വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന കർത്താവിലേക്ക് തന്നെ നമുക്ക് നോക്കി പ്രാർത്ഥിക്കുക. സ്നേഹം പറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ മുമ്പാകെ അതെ കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം കർത്താവേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ ഞങ്ങളോട് അരുളി ചെയ്യാനുള്ളത് കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ വിശപ്പോടെ കർത്താവേ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കർത്താവേ അങ്ങേ കാണുവാനും അതിൽ രൂപാന്തരം സംഭവിക്കുവാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഞങ്ങൾ ഒരിക്കൽ കാണുമ്പോൾ ഞങ്ങളെ പോലെ പരിപൂർണമായിട്ടും ആയിത്തീരും എന്ന് ഏതൊരളവില് യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരളവില് ഞങ്ങൾക്ക് കർത്താവേ അങ്ങയിലേക്കുള്ളൊരു രൂപാന്തരം ഉണ്ടാവുകയുള്ളല്ലോ. അങ്ങേ തന്നെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ കർത്താവ് അന്ത്യത്താഴമൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്ന ആ ഒരു വാക്യങ്ങള് നമ്മള് ഇതിനു മുമ്പും പലപ്പോഴും നമ്മള് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. 34-35 വാക്യങ്ങള്, യോഹന്നാൻ 13-ന്റെ 34-35 വാക്യങ്ങള്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ സാധാരണ കൂടുതൽ യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്, യേശുവിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാ നമ്മള് അങ്ങനെയുള്ള ടോപ്പിക്ക് ഒക്കെ ഡീൽ ചെയ്തിട്ട് ഒരു പക്ഷേ ഒത്തിരി സമയമായോ ഒത്തിരി ആഴ്ചകളായോ എന്നറിയില്ല. ശരിയാണ്, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിലാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഒരു തുടക്കം. കർത്താവ് നമ്മളോടുള്ള സ്നേഹം, അതാണ് തുടക്കം. അപ്പം നമുക്ക് കർത്താവിനോട് സ്നേഹം വരുന്നു. എന്നാൽ ആ സ്നേഹം യഥാർത്ഥത്തില് അത് മാറ്റുരച്ച് നോക്കുന്നത് സ്വർണ്ണമാണോ എന്ന് മാറ്റുരച്ച് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഉരച്ചിങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഇത് ഗോൾഡ് കോട്ടിങ്ങേ ഉള്ളൂ, ഇത് കോട്ടിങ് ആയിരുന്നു എന്ന് മനസ്സിലാകും എന്ന് പറയുന്നത് പോലെ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പം നമുക്ക് നമ്മളുടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, അപ്പനമ്മമാരോട്, ആ വീട്ടിലുള്ളവരോട് തന്നെ, നമ്മുടെ ഇൻലോസിനോട് അവരോടുള്ള സ്നേഹം, പിന്നെ നമ്മളുടെ സഭയിലുള്ള കൂട്ട സഹോദരങ്ങളോടുള്ള സ്നേഹം, പിന്നെ ഈവൻ ഈവൻ സഭയിലുള്ള കൂട്ട സഹോദരങ്ങളോടുള്ള സ്നേഹം, പിന്നെന്താ സഭയിലില്ലാത്ത വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളോടുള്ള സ്നേഹം, നമ്മളെ ക്രിസ്തീയ കോളത്തിലെ പല അരുതായ്മകളെ കുറിച്ചൊക്കെ ഘോര സംസാരിക്കുമ്പോഴും നമുക്ക് ആരോടും ഒരു സ്നേഹക്കുറവൊന്നുമില്ല. അവരോട് നമുക്ക് മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളത് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന. അവരും ആരെങ്കിലും സത്യം കേട്ട് മനസ്സാന്തരപ്പെടുവാണെങ്കിൽ ആവട്ടെ. ഇനിയിപ്പം ബാക്കിയുള്ളവർക്ക് അത് മുന്നറിയിപ്പായിട്ട് അത് കാര്യങ്ങൾ എടുക്കേണ്ടത് വേണ്ടി നമ്മള് ക്രിസ്തീയ കുളത്തിലെ പല അരുതായ്മകളെ കുറിച്ചും പല പണക്കൊതിയെ കുറിച്ചും പല തെറ്റായിട്ടുള്ള കീഴ്വഴക്കങ്ങളും ബാബിലോണിയൻ രീതികളെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷെ നമ്മളുടെ സ്നേഹം അതുകൊണ്ടൊന്നും തണുത്തു പോകുന്നില്ല. മറിച്ച് സ്നേഹം കൂടുതൽ തീക്ഷ്ണമായതുകൊണ്ടാണ് നമ്മളെ ലവ് ദം സോ മച്ച് ദാറ്റ് വി സ്പീക്ക് സ്ട്രോങ്ലി. അവരെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയധികം ശക്തിയോടെ സ്നേഹിക്കുന്നവനെ കർത്താവ് ശാസിക്കുന്നു എന്നൊക്കെ നമ്മളവിടെ വെളിപാട് 3:19 നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു സ്നേഹത്തിലുള്ളതാണ് ആ ഒരു നമ്മുടെ തീക്ഷ്ണതയോടെ പല കാര്യങ്ങളും നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നമ്മളുടെ കുടുംബത്തിലുള്ളവരോട്, സഭയിലുള്ളവരോട്, പുറത്ത് വിശ്വാസികൾ, ബാക്കിയുള്ള CFC ചർച്ചസ് ആവട്ടെ, ബാക്കിയുള്ള ചർച്ചസ് ആവട്ടെ, ബാക്കിയുള്ള സഭയിലുള്ള വിശ്വാസ സമൂഹത്തോട്, പിന്നെ ഈവൻ വിശ്വാസത്തിലേക്ക് വരാതിരിക്കുന്ന ജാതികളോട്, നമ്മളെ അവിശ്വാസികളോട് ഒക്കെയുള്ള ഒരു സ്നേഹം. ഇവിടെ കർത്താവ് അതിന്റെ കോണ്ടെക്സ്റ്റില് ശിഷ്യന്മാര് തമ്മിലുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. ഈ ഒരു യോഹന്നാൻ 13:34-35 എന്ന ഇതേ കർത്താവ് തന്നെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവ്. അപ്പം പണ്ടൊരിക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത്, ശിഷ്യന്മാര് നമ്മള് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് ദൈവത്തിൽ പറയുന്നുണ്ട്.
പക്ഷേ അവിശ്വാസികളെ സ്നേഹിക്കാൻ പറയുന്നുണ്ടോ ദൈവജനത്തെ? അപ്പൊ ഞാൻ പെട്ടെന്ന് പറയും ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ. അപ്പൊ ഈ പുള്ളി അല്ലെ പുള്ളി അതെങ്കിലും ഒരു അറിയാത്ത പുള്ളിക്കത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാതിരിയോ അങ്ങനെ എന്തോ പറഞ്ഞതാ കണ്ട് സഹോദരൻ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കളെ പോലും എന്നുവെച്ചാൽ നമ്മളാരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല എങ്കിലും നമ്മളെ ആരെങ്കിലും ശത്രുക്കളായിട്ട് കണ്ടാലും അവരെയും സ്നേഹിക്കുക. അപ്പം നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം അത് യഥാർത്ഥമാണോ എന്നുള്ളതിന്റെ ഒരു പരിശോധന എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മളുടെ ഭാര്യയെ നമ്മളുടെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഭർത്താവിനെ തലയായിട്ട് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയതുപോലെ എല്ലാത്തിലും കീഴടങ്ങുന്ന ആ ഒരു സഭയെ പോലെ ആ ഭർത്താവിനെ അതുപോലെ ബഹുമാനിക്കാനും കരുതാനും സ്നേഹിക്കാനും ഭാര്യമാർക്ക് പറ്റുന്നുണ്ടോ? മക്കളെ ദൈവം തന്നിട്ടുള്ള ദാനങ്ങളായിട്ട് ദൈവം നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളായിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ക്ലയൻസ് ആയിട്ടുള്ള കപ്പിളിനോട് ഒരു ഭാര്യ ഭർത്താവ് അവരെ കൗൺസിലിംഗ് ആയിട്ട് കുറച്ച് നാൾ ഇങ്ങനെ ഓൺലൈനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുക, ഞാൻ അവരോട് ഇന്നലെ രാത്രി ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെന്റെ പേഷ്യൻസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ ഞാൻ പലപ്പോഴും ഉപയോഗിക്കത്തില്ല. ക്ലയൻസ് എന്ന് വെച്ചാൽ പലപ്പോഴും അവർ പേഷ്യൻസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ അവര് പ്രിഫർ ചെയ്യത്തില്ലായിരിക്കും. വെച്ചാൽ അങ്ങനെ വലിയ രോഗമൊന്നും ഉള്ളവരല്ല, കൗൺസിലിങ്ങിന്റെ ഉള്ളവരൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ആണ്. എന്റെ ക്ലയൻസിനെ ഞാൻ പറയുമ്പോൾ എന്റെ ക്ലയൻസിനെ ഞാൻ യുനോ ഞാൻ എനിക്ക് ദൈവം ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടാണ് കരുതുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അവര് തമ്മിൽ ഇങ്ങനെ അടിയൊക്കെ ഇട്ട് ഡിവോഴ്സ് വേണോ, എപ്പം ഡിവോഴ്സ് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലോട്ട് നമ്മളാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഈ ചരടുകളൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെടുകയാണ്. അവരോട് സംസാരിച്ച് ഇവരോട് സംസാരിച്ച് അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങളെ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ അപ്പം തത്രപ്പെട്ട് കാൽ വെക്കുന്നവൻ പഴിച്ചു പോകും, സദൃശവാക്യ 19:2. അതുകൊണ്ട് നിങ്ങൾ ഹേസ്റ്റായിട്ട് ഡിസിഷൻ ഒന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ടുപേരെ തണുപ്പിക്കാനൊക്കെ. രണ്ടുപേരും ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ, ഒരു വീട്ടിന് രണ്ട് മുറിയുന്നതാണ്. പക്ഷേ എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ആ രണ്ടുപേരും കൂടെ ഒരു റൂമിലൊടിഞ്ഞ് വന്നിരുന്ന് സംസാരിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. രണ്ട് റൂമിലിരുന്ന് പര്യാവർത്തകന്മാരാ. പക്ഷെ ഞാൻ അവരെ കല്ലെറിയുമല്ല, അവർ നല്ല സൗകര്യങ്ങളാണ്. പക്ഷെ എന്തോ നല്ലതായിട്ടുള്ള പല സാഹചര്യങ്ങൾ അവരൊക്കെ നന്നായി വരും. അവർ ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആളെ അവരൊക്കെ എനിക്കിങ്ങനെ റെക്കോർഡായിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ ദൈവം അവരെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വെച്ചാൽ പക്ഷെ നമ്മളിപ്പം അതുപോലെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഒരു കൂട്ടായ്മ, മക്കളോടുള്ള ആ ഒരു സ്നേഹബന്ധം, അപ്പനമ്മമാരോടുള്ള ചില വീട്ടില് ഭാര്യ മക്കളും എല്ലാം കൂടെ ഒരു സെറ്റ്, പിന്നെ ഭർത്താവ് ഒരു സെറ്റ്, ചില വീട്ടിൽ ഭർത്താവും മക്കളും കൂടെ ഒരു സെറ്റ്, ഭാര്യ ഒരു സെറ്റ്, ചില വീട്ടില് ഭർത്താവും അപ്പനമ്മമാരും എല്ലാം കൂടെ ഒരു സെറ്റ്, ഭാര്യയും മക്കളും കൂടെ വേറൊരു സെറ്റ്. ഇങ്ങനെ പല വിധത്തിലുള്ള ഈ ടീം വിളിക്കത്തില്ലേ, ഫുട്ബോളിൽ ടീം വിളിക്കുന്നതാണൊക്കെ, ക്രിക്കറ്റിൽ ടീം ക്യാപ്റ്റൻ വിളിക്കുന്നതാണൊക്കെ എന്റെ സൈഡിൽ ആരൊക്കെയാണ് ഇങ്ങനെ ചില ചേരി ചേരാന്നയോ എന്നൊക്കെ പറഞ്ഞാൽ ചില ചേരി തിരിവുകളൊക്കെ. അപ്പൊ ചിലര് ഭർത്താവും അപ്പനമ്മയൊക്കെ ഒരു സെറ്റ്. ഞാൻ വേറെ നിങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ, നിങ്ങളിങ്ങനെ ഇന്നാരെ കുറിച്ചായിരിക്കും ഇന്നാരെ കുറിച്ച് ചിന്തിക്കല്ലേ. പക്ഷെ അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള, പക്ഷേ നമ്മളെല്ലാവരും ഒരു സെറ്റ് ആയിരിക്കണം. ഭാര്യ ഭർത്താവും എസ്പെഷ്യലി അവർ ഒന്നായിരിക്കണം. പിന്നെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് അവരുമായിട്ട് ആ ഒരു കുടുംബം, പിന്നെ ഓഫ്കോഴ്സ് നമ്മള് കല്യാണം കഴിക്കാത്ത മക്കളാണെങ്കിൽ അവരുടെ അപ്പനമ്മമാരുമായിട്ട് ആ ഒരു കൂട്ടായ്മ, വീട്ടിലുള്ള ഒരു കൂട്ടായ്മ, വീട്ടില് ഉള്ള ഒരു സ്നേഹം, നമുക്ക് ഇന്ന് തുറന്നത് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം, നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് അവരോടുള്ള ആ ഒരു കൂട്ടായ്മ. അതുപോലെ തന്നെ നമ്മുടെ സഭ തീർച്ചയായിട്ടും ശരിയാണ്. നമ്മള് ചുറ്റുമുള്ള ക്രിസ്തീയ കുലത്തോടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു കുടുംബമായിട്ട് നമ്മളായിരിക്കുന്നു എന്ന കർത്താവിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ സ്നേഹിച്ചതുപോലെ, അതാ നമുക്ക് ആ യോഹന്നാൻ 13:34 ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ പുതിയൊരു കൽപ്പന തരുന്നു. സ്നേഹിക്കണം എന്നുള്ള കൽപ്പന എല്ലാം പഴയ നിയമത്തിലേ ഉണ്ട്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന, അത് ലേവ്യ പുസ്തകത്തിലേ ഉള്ള കൽപ്പനയാണ് കർത്താവ് എടുത്ത് പറയുന്നത്. നമുക്ക് ആ ലേവ്യ പുസ്തകത്തിലെ ആ കൽപ്പന എവിടാന്നുള്ള കാര്യമൊക്കെ അറിയാവോ? അതിന്റെ 19-ാം അധ്യായത്തില് അതിന്റെ നമ്മള് അയൽക്കാരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലേ ഉള്ളൊരു കൽപ്പനയാണ്. അതിന്റെ എക്സാക്ട് റെഫറൻസ് ഞാൻ ഇവിടെ നോക്കിയിട്ട് പറയാൻ പെട്ടെന്ന് നമ്മളെ മർക്കോസ് 12 കർത്താവ് എടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ക്രോസ് റെഫറൻസ് നോക്കിയാൽ
അറിയാം. ലേവ്യർ 19:18. ലേവ്യർ 19 അതെ 18 വാക്യം. ലേവ്യർ 19:18 നിന്റെ ജനത്തിന്റെ മക്കളോട് പകവെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ എന്നുള്ള വാക്ക് അയൽവക്കത്തുകാരനെന്നും നെയ്ബറിനും കൂട്ടുകാരനും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു സ്നേഹിക്കണമെന്ന് എന്ന് അരുളി ചെയ്യുന്ന യഹോവയാകുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ നെയ്ബർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷില്, അതായത് നമ്മളിപ്പം ലൂക്കോസ് 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ലൂക്കോസ് 10:27 കർത്താവ് തന്നെ പറയുമ്പോൾ, ലൂക്കോസ് 10:27 കർത്താവ് അത് ഒരു സമരിക്കാരന്റെ നല്ല സമരിയുടെ ഉപമയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആ കൂട്ടുകാരൻ എന്നുള്ള വാക്ക് പ്ലീസിയൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. നെയ്ബറിനും ഫ്രണ്ടെന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് പ്ലീസിയൻ. പ്ലീസിയൻ എന്നാണ് തോന്നുന്നത്. പ്ലീസിയൻ എന്ന് പറഞ്ഞൊരു വാക്ക്, നെയ്ബർ, ഫ്രണ്ട്. പെലാസ് എന്ന് പറഞ്ഞാൽ നിയർ, അപ്പൊ അടുത്തുള്ളവൻ എന്നുള്ള അർത്ഥത്തില്. അപ്പം പരസ്പരമുള്ള സ്നേഹം, നമ്മളെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കണം, നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു സ്റ്റാൻഡേർഡാണ്. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നമ്മളുടെ സ്വയജീവനെ സ്നേഹിക്കുന്ന കാര്യമില്ല, നമ്മുടെ സ്വയജീവനെ നമ്മളെ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഇപ്പം എന്ന് പറഞ്ഞേ, നമ്മളെ തന്നെ പകയ്ക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞേ, നിങ്ങളെ തന്നെ പകച്ച് ക്രൂശ് എടുക്കണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് ഇവിടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളിൽ നാം പകയ്ക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട്, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മളില് പൊങ്ങുന്ന നമ്മളുടേതായ ഒരു സ്വന്തം ഇഷ്ടം, ഞാൻ എന്നുള്ള ഒരു ഭാവം, എന്റേതായിട്ടുള്ള ചില ഒരു വഴി, മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ പെരുമാറണം, മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള നമ്മൾ തന്നെ ഉള്ള നമ്മുടെ ഒരു സ്വയജീവൻ, സെൽഫ്, ഈഗോ, ഫ്ലഷ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ പകയ്ക്കേണ്ടത്. പക്ഷെ നമ്മളുടെ ആത്മാവിനെയോ ദേഹിയെയോ ദേഹത്തെയോ ഒന്നും പകയ്ക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായിട്ട് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ദേഹിയെ നമ്മൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏറ്റവും ഷാർപ്പായിട്ട് ഇരിക്കണം. നമുക്ക് എന്തെങ്കിലും ഓർമ്മക്കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, മനസ്സിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഏറ്റവും ആരോഗ്യമായിട്ട് നമ്മുടെ ദേഹി, നമ്മുടെ ചിന്തകളും വികാരങ്ങളും തിരിങ്ങാനും നമ്മുടെ ദേഹി നമ്മൾ പകയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദേഹി ജീവനെയാണ് പകയ്ക്കേണ്ടത്. ദേഹി ജീവൻ എന്ന് പറഞ്ഞാൽ ഈ സ്വയജീവനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ പകയ്ക്കേണ്ട കാര്യമില്ല. എന്തിനു പറഞ്ഞാൽ ഈ പലരും പണ്ട് മുള്ളാണി മേലൊക്കെ കിടന്ന് ശരീരത്തെ ദണ്ണിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് സ്വേച്ഛാരാധനയാണെന്നൊക്കെ കൊളോസ്യർ 2-ന്റെ അവസാനമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ശരീരത്തെ ദണ്ണിപ്പിച്ച് ചാട്ടവാറെടുത്ത്, സെൽഫ് ഫ്ലജലേഷൻ പറഞ്ഞ സ്വയം ചാട്ടവാറെടുത്ത് അടിച്ച് അങ്ങനെ ശരീരത്തെ പകയ്ക്കണം എന്നുള്ള, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങളൊക്കെ ഉള്ള കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ദേഹിയെയും ദേഹത്തെയും ആത്മാവിനെയും ഒന്നും നമ്മൾ പകയ്ക്കുന്നില്ല, നമ്മൾ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളുടെ ആത്മാവിനെയും ദേഹത്തെയും നമ്മൾ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യം. അത് അവിടെ ലേവ്യർ 19:18 തന്നെ അത് പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന കൽപ്പനയാണ്. അത് വലിയൊരു സ്റ്റാൻഡേർഡാണത്. അത് കർത്താവ് പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണ പ്രാണനോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്നാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് മർക്കോസ് 12:29-30 വാക്യങ്ങളിൽ വായിച്ചിട്ട് കർത്താവ് രണ്ടാമത്തത് ഇതെന്ന് പറഞ്ഞ് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അത് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്നൊക്കെ നമ്മൾ സാഗ്ബറിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് കർത്താവിനോട് ചോദിച്ചുള്ളൂ. എന്നാൽ ആ ഏറ്റവും വലിയ കൽപ്പന നമ്മൾ അനുസരിക്കുവാണെങ്കിൽ അതിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മറുവശം, നമ്മളുടെ അയൽക്കാരനെ വെച്ചാൽ നമ്മുടെ അടുത്തുള്ളവരെ, അതാ ലിസിയോ എന്ന് പറഞ്ഞ പദം, പേല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ നിയർ എന്നാണ്. അപ്പം അടുത്തുള്ളവരെന്ന് പറയുമ്പോൾ അയൽവക്കക്കാരെന്നുള്ള അർത്ഥമുണ്ട്, കൂട്ടുകാരെന്നുള്ള അർത്ഥമുണ്ട്. അത് ചില പരിഭാഷയിൽ കൂട്ടുകാരനും, ചില പരിഭാഷയിൽ അയൽക്കാരനെ എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ അയൽക്കാരൻ, നമ്മുടെ കൂട്ടുകാരനെ, നമ്മളുടെ അടുത്തുള്ളവനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് നെയ്ബർ, അതായത് നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ. അപ്പം ഈ ചട്ടിയും കലവും ആണെങ്കിൽ തട്ടിയും മുട്ടിയിരിക്കും എന്ന് പറയല്ലേ. സോ ഏറ്റവും അടുത്ത് താമസിക്കുന്നവർക്കാണ് കൂടുതൽ ഫ്രിക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ നമ്മളെ ചിലപ്പോൾ ഉഗാണ്ടയിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ള സഹോദരങ്ങളോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ സൗത്ത് അമേരിക്കയിലും പിന്നെ ചിലിയിലും അർജന്റീനയിലും ഒക്കെ
സഹോദരങ്ങളോട് പറയൂ, അവർക്ക് വേണ്ടി എന്റെ ഹൃദയം കവിഞ്ഞൊഴുക്കുന്ന നമ്മുടെ ഇവിടെ ആംഗുളത്തിൽ നമ്മുടെ നമ്മളെ കുറിച്ച് നല്ല ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാൻ പറയാ, നമ്മുടെ സഭയിലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് അല്ലെങ്കിൽ ആ സി എസ് സി ചർച്ചസിലെ അവരെ നമുക്ക് വലിയ സ്നേഹം, അതൊക്കെ നല്ല കാര്യം തന്നെ തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും അത് നമ്മളെ കാണുന്ന സഹോദരൻ കർത്താവ് ഇത് എഴുതി വെച്ച യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമുക്കറിയാം എന്താ പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന വിശ്വാസിയാകുന്നല്ല, കള്ളനാകുന്ന പറയുന്നത്. അവന് ഹീസ് ലയർ, അവൻ കളവ് പറയുന്നവനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ നമുക്ക് കാണുന്ന ഒരു സഹോദരനെ നമ്മള് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു നമ്മൾ പറയുമ്പോൾ അതൊരു ആത്മവഞ്ചന വരാം. അപ്പൊ നമ്മള് യഥാർത്ഥത്തില് നമുക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തില് ആരോടെങ്കിലും അവർ ക്ഷമിക്കാനോ അങ്ങനെ സ്നേഹക്കുറവുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് നമ്മളെ കാണിച്ചു തരുമ്പോൾ ആ കാര്യങ്ങളെ, ആ സത്യത്തെ സ്നേഹിച്ച് കർത്താവേ, എനിക്ക് ഇന്ന ഒരു സഹോദരനെ അല്ലെങ്കിൽ ഇന്നൊരു സഹോദരിയെ അല്ലെങ്കിൽ ഇന്ന ഒരാളെ, അത് ചിലപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ബന്ധുവായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാളായിരിക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളായിരിക്കാം, നമ്മളുടെ ചില ഇൻലോസ് ആയിരിക്കാം, ചിലപ്പം അമ്മായിയപ്പൻ, മരുമകള്, അമ്മായിയമ്മ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കർത്താവേ, ആരോടെങ്കിലും അങ്ങനെ ഒരു സ്നേഹത്തില് ഒരു കുറവ്, ഒരു തണുപ്പ് വന്നിട്ടുണ്ടോ? നമ്മള് ആ ഒരു നമ്മളെ അഗ്നിമയമായിരിക്കണം, വി ഹാവ് ടു ബി ഹോട്ട്, നമ്മൾ ഉഷ്ണവാനായിരിക്കണം എന്നൊക്കെ നമ്മൾ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ആ വാക്യം വെളിപാട് 3-ന്റെ 15-16 വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത് കർത്താവിനോടുള്ള സ്നേഹത്തിലുള്ള ഒരു അഗ്നിയിൽ നമ്മൾ തിളച്ചു മറിയുമ്പോൾ യഥാർത്ഥത്തിൽ അത് കവിഞ്ഞൊഴുകി മറ്റാരെയും നമുക്ക് സ്നേഹിക്കാൻ, ഒരുപക്ഷെ നമുക്ക് എതിരെ ഒത്തിരി തിന്മ ചെയ്യുകയും നമുക്ക് എതിരായിട്ട് പാരപണിയും നമുക്കെതിരായിട്ട് പരദൂഷണം പറയും, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അവരെ നമുക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ ആ ഓർമ്മകളൊക്കെ ചിലപ്പം ചില സമയത്ത് തികട്ടി വരുമായിരിക്കും. പക്ഷെ എങ്കിലും കർത്താവേ, അവർ ചെയ്തതെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യത്തിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നൊന്ത് നീറിയും പടഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ആ വാക്യം നമുക്കറിയാം. ലൂക്കോസ് 23-ന്റെ 34 അത് പൊതുവെ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനമായതുകൊണ്ട് റെഫറൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ലൂക്കോസ് 23-ാം അധ്യായത്തിൽ അവിടെ അതിന് തൊട്ട് താഴെയാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു കള്ളൻ മാനസാന്തരപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യത്തിൽ, ഫാദർ ഫൊർഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. നമ്മള് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കോട്ടേജ് മീറ്റിംഗ്സിൽ ഈ ക്രൂശീകരണത്തിലേക്ക്, നമ്മളെ കർത്താവിന്റെ ക്രൂശീകരണത്തിലേക്ക് നമ്മൾ അടുത്ത് വരുവാണ്. ചില സഹോദരങ്ങളൊക്കെ ഓൺലൈനായിട്ടെങ്കിലും അല്ലെങ്കിൽ പിന്നീട് റെക്കോർഡഡ് ആയിട്ടെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യമെന്ന് പറഞ്ഞതുപോലെ അവരൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എല്ലാവരും കേൾക്കുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അത്രയും മിസ്സായി പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ വിഷമം. ഇനിയിപ്പോ ആ സമയത്ത് ട്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിലും അങ്ങ് കയറണം, എത്ര ക്ഷീണിച്ചാണെങ്കിലും കാരണം കേട്ടാൽ മതിയല്ലോ. അപ്പൊ അതൊക്കെ മിസ്സാക്കരുത്. ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യം അതാ നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു, ജനം നോക്കിക്കൊണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴാ ഒരു കള്ളനാണെങ്കിൽ 39-ാമത്തെ വാക്യത്തില്, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഇപ്പൊ രണ്ടു വശത്തെ കള്ളന്മാരും ദുഷിക്കുന്നതായിട്ട് നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ദുഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന്റെ ഈ പെരുമാറ്റവും കർത്താവിന്റെ ഈ ഒരു സ്നേഹവും കർത്താവ് ക്ഷമിക്കുന്ന ആ വാക്കുകളൊക്കെ കേട്ട് ഒരു വശത്തെ കള്ളം ദുഷിക്കുക അപ്പോഴും, എന്നാൽ മറ്റവനും അവനെ ശാസിച്ചു. അവന്റെ മാനസാന്തരം തന്നെ ഒരു ശാസ്ത്രയില് തുടങ്ങുന്നത്. 40-ാമത്തെ വാക്യം, മറ്റവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ നമ്മൾ കണ്ട് ഒരേ ശിക്ഷാവിധിയല്ലേ നമ്മളെല്ലാം 3 പേരും സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും, അതാ അണ്ടർ ദ സെയിം സെന്റൻസ് ഓഫ് കോണ്ടംനേഷൻ, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവഭയത്തിന്റെ ഒരു പ്രസംഗം തന്നെയാണ് ക്രൂശിലെ കള്ളം നടത്തുന്നത്. നാമോ ന്യായമായിട്ട്, നമ്മൾ ഡിസേർവ് ചെയ്യുന്നതാ, ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നമുക്കിത് അർഹിക്കുന്ന ശിക്ഷയാണ്.
നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെളിപ്പാട് അവനുണ്ടായി. അപ്പം കർത്താവ് പറയുക, കർത്താവിനോട് അവൻ പറയുക, യേശു നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളുവിൻ, ഇന്ന് നീ എന്നോട് കൂടി പരദേശിലിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് കർത്താവ് അവനോട് പറഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ ആ ഒരു സ്നേഹം ബാക്കി തന്നെ ഉപദ്രവിക്കുന്നവരോടും തന്നെ നിന്ദിക്കുന്നവരോടും ഒക്കെയുള്ള കർത്താവിന്റെ ഒരു സ്നേഹം, ആ മഹാപുരോഹിതനും പടയാളികളും എല്ലാം കൂടെ ചേർന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഗെത്സമനെ തോട്ടത്തില്. അപ്പൊ അതിലെ ഒരു പടയാളിയുടെ ചെവി പത്രോസ് അറുത്ത് മാറ്റി. പത്രോസ് യൂദാസിനെ ഓങ്ങിയത്, പക്ഷെ പത്രോസിന് വലിയ വല വീശിയ വശം ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് വാള് വീശിയപ്പം ഈ മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ ചെവിയിൽ അജന്ന് കൊണ്ടത്. പക്ഷെ അപ്പൊ കർത്താവ് പറഞ്ഞ, നീ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം, രക്തമൊക്കെ കുറച്ചങ്ങ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നില്ല. കർത്താവ് ആ അടർന്നു വീണ ചെവി എടുത്ത് അവിടെ ഒരു റീകൺസ്ട്രക്റ്റീവ് സർജറി നിമിഷ നേരങ്ങൾക്കുള്ളിൽ കർത്താവ് നല്ലൊരു പ്ലാസ്റ്റിക് സർജറിനെയും വിദഗ്ധമായിട്ട് സുഖമാക്കി. കർത്താവിന് ആ ഒരു സൗഖ്യത്തിന്റെ ഒരു വരവുണ്ട് പിതാവിന്റെ പ്രേരണയോടുകൂടി കർത്താവ് അതിനെ ചെയ്തു. തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരോടും കർത്താവ് ചെയ്ത ഒരു കാര്യം. അപ്പൊ നമ്മള് ഒരു സഭയായിട്ട് പണിയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുമ്പോൾ, ആ ഒരു സഭ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഒരു ശരീരമാണ്. അപ്പൊ നമ്മള് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമ്മളായിരിക്കുവാന് അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തില് കർത്താവിനോടുള്ള ഒരു ബന്ധത്തില് നമുക്ക് എന്തെങ്കിലും ഒരു പരാതിയോ പരിഭാവം ഉണ്ടോ, അതോ മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തില് എന്തെങ്കിലും കാര്യം അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തില്ല, അവരെന്നെ വിളിച്ചില്ല, അവരെന്നെ കണ്ടില്ല, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്ക് മറ്റു മനുഷ്യരെ കുറിച്ചൊരു പരിഭവോ പരാതിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി കളയാനായിട്ടുള്ള ഒരു സമയമായിട്ട് കർത്താവിയാണ് നമ്മളതിന് ദൈവത്തിന് മുമ്പാകെ ശോധന ചെയ്തുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും നമുക്കൊരു അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ എനിക്ക് കർത്താവെ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണോ? കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും എന്ന് പറയുമ്പം ആ ക്വാണ്ടിറ്റി ഓഫ് ലവ്, ആ ഒരു സ്നേഹത്തിന്റെ അളവില് ദൈവത്തിന്റെ സ്നേഹത്തോട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിനിയിപ്പോ എന്തൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാല്, എന്നാൽ ആ സ്നേഹത്തിന് അളവിൽ വർദ്ധിച്ചു വരണം, ക്വാണ്ടിറ്റിയിൽ അളവില്. എന്നാൽ ക്വാളിറ്റി ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്നേഹത്തിന്റെ ഗുണത്തില് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. എപ്പോഴാണ് പറ്റുന്നേ? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ എപ്പോഴും അത് യോഹന്നാൻ 13:34 ചിന്തിക്കപ്പെടുകയും നമ്മൾ 1 യോഹന്നാൻ 3:16 കൂടെ കാണാറുണ്ട്. 1 യോഹന്നാൻ 3:16 മനപ്പാഠ വചനം അറിയാത്ത സഹോദരങ്ങൾ ആരെങ്കിലും ഇനിയും CFC കായംകുളത്തിലുണ്ടോ? 1 യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ദൈവം നമ്മളെ തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്നെ തന്റെ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മളെ സ്നേഹിച്ചു, പിതാവ് നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 പറയുന്നുണ്ട്. എന്നാൽ 1 യോഹന്നാൻ 3:16 എങ്ങനെ കർത്താവ് ഇത്രയും സ്നേഹിച്ചു, അപ്പൊ എങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിക്കണ്ടേ? കർത്താവ് സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ആ 16 അവിടെ 1 യോഹന്നാൻ 3:16 വാക്യത്തില് എങ്ങനെ കർത്താവ് സ്നേഹിച്ചു? അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. തന്റെ പ്രാണനെ, സുഖി സഖി സ്വയജീവൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാണനെ, കർത്താവ് ശരിയാണ്, അക്ഷരികമായിട്ടും കർത്താവ് രക്തം ചൊരിഞ്ഞപ്പം രക്തത്തിലാണ് മനുഷ്യന്റെ പ്രാണൻ ഉള്ളത്. ലേവ്യ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ലേവ്യർ 17:11 ഉൽപ്പത്തി 6 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം രക്തം ചൊരിഞ്ഞപ്പം രക്തത്തിലാണ് പ്രാണൻ ഉള്ളത്. അപ്പോ അക്ഷരികമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു, തന്റെ പ്രാണനെ തന്നു. എന്നാ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ എന്താ, നമുക്ക് കർത്താവിനോടും പരസ്പരവും ഒന്നാകാനുള്ള ഒരേ ഒരു തടസ്സം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. എന്താ? നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ജഡം, നമ്മളുടെ സ്വയജീവൻ, അതാണ് നമ്മൾ പകയ്ക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പം നമ്മളുടെ ആത്മാവും ദേഹവും എല്ലാം അനിന്യമായിട്ട് കാക്കപ്പെടണമെന്നാണ് 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത്. എന്നാൽ ആത്മാവിനെയും ദേഹിയും തിരിക്കുന്ന ഈ ജഡമാകുന്ന തിരശ്ശീലയാണ് സമ്പൂർണമായിട്ട് ചീന്തപ്പെട്ട് മാറിപ്പോകേണ്ടത്. അതിന്റെ ഒരു ചെറിയൊരു സ്റ്റിച്ച് അറ്റുപോയി, അതായത് ചെറിയൊരു സ്റ്റിച്ച് വിട്ടു രക്ഷിക്കപ്പെട്ടപ്പോൾ, അതായത് ചെറിയൊരു ചീന്തലുണ്ടായി നമ്മളുടെ സ്വന്തം ജീവൻ. കർത്താവിന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കർത്താവിനെ ആദ്യമായിട്ട് സമർപ്പിച്ചു. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരന്തരമായിട്ട് കർത്താവെ എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമുക്കിനെ സമർപ്പിക്കുമ്പോൾ അവിടാണ് പരിശുദ്ധാത്മാവ്
യേശുവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ കൊണ്ട് നിറയ്ക്കുന്നത്. അതാ നമ്മളിവിടെ വായിക്കുന്ന യേശു എങ്ങനെ സ്നേഹിച്ച് 16-ാമത്തെ വാക്യം, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവ് അത് ക്രൂശിൽ മാത്രം ചെയ്ത കാര്യമല്ല, കർത്താവ് തന്റെ ജീവിതത്തിൽ ഉടനീളം എന്താ പറഞ്ഞേ, എന്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോ പിതാവേ എനിക്ക് വേണ്ടി നീ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എബ്രായർ 10:5 വാക്യം. ആ റെഫറൻസ് ഒക്കെ എഴുതിയിടാം. എബ്രായർ 10:5 വാക്യം. അത് ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ലെങ്കിലും അത് പിന്നീടെങ്കിലും നമുക്ക് പിന്നീടൊക്കെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഞാൻ ഈ റെഫറൻസസ് എഴുതുന്നതിൽ എങ്ങനെ എനിക്ക് വലിയൊരു ഇങ്ങനെ റെഫറൻസ് ഓർത്തിരിക്കുന്നതിനുള്ള ഒരു എനേബിളിംഗ് ദൈവം തന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സാങ്ക്വറിന്റെ മെസ്സേജസ് ഒക്കെ ഞാൻ കേൾക്കുമ്പോൾ ബ്രദർ ചിലപ്പോൾ റെഫറൻസസ് ബ്രദർ എടുത്തില്ലെങ്കിലും ഞാൻ അപ്പം തന്നെ ആ വേർഡ്സ് പെട്ടെന്ന് എടുത്തു നോക്കി ആ റെഫറൻസും കൂടി എഴുതി എടുക്കുമായിരുന്നു. അപ്പൊ അത് കാരണം ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ഈ റെഫറൻസസ് എഴുതി 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 പിന്നെ അത് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ അത് തന്നെ ഒത്തിരി അത് സഹായകമായി. അപ്പൊ ചിലപ്പോൾ വേറെ ചില വേർഡ്സ് അങ്ങ് പറഞ്ഞു പോകുമായിരിക്കും, എങ്കിലും ഞാനിപ്പോ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വേറെ റെഫറൻസ് അങ്ങ് പറഞ്ഞു പോകുമായിരിക്കും എടുക്കാതെ. എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്താ റെഫറൻസ് അപ്പം തന്നെ ബൈബിളിൽ നോക്കി അപ്പം തന്നെ ഒന്നുകൂടെ ഒന്ന് അടിവരയിടാൻ നോക്കുമായിരുന്നു. അപ്പൊ അത് വർഷങ്ങൾ അങ്ങനെ ചെയ്തത് ദൈവത്തിന്റെ വചനം കൂടുതൽ പ്രസിദ്ധമാകാൻ ദൈവം ഒത്തിരി സഹായിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പൊ അതാ ഞാൻ നിങ്ങളെയും സൗരങ്ങളെയും കൂട്ടി സൗരങ്ങളെ എൻകറേജ് ചെയ്യുന്നു. അപ്പൊ അവര് എബ്രായർ 10:5 എന്താ നമ്മൾ വായിക്കുന്നേ, ദൈവം പിതാവേ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു നിന്റെ ഹിതം ചെയ്യുവാനായിട്ട്. അപ്പൊ യേശു തന്റെ ഇഷ്ടം ചെയ്യാതെ തന്റെ ഇഷ്ടം, തന്റെ പ്രാണൻ, തന്റെ സ്വയജീവൻ, തന്റെ പ്രാണനെ കൊടുക്കുന്നതിൽ പരം സ്നേഹം ആർക്കുമില്ല എന്ന് നമ്മൾ അവിടെ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, യോഹന്നാൻ 15-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. ഇവിടെ ഒരു വിരള് നമ്മൾ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. യോഹന്നാനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യോഹന്നാൻ 15-ാം അധ്യായത്തില് അതില് ഇടയ്ക്ക് നമ്മുടെ നാരായണപേർ കോട്ട് ചെയ്യുന്നൊരു വാക്യം യോഹന്നാൻ 15-ന്റെ അതിന്റെ 13-ാമത്തെ വാക്യം, 15-13, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അവിടെയും പ്രാണനെ കൊടുക്കുന്നതെന്നാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ വേണ്ടത്. അപ്പം പലപ്പോഴും നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അക്ഷരികമായിട്ട് നമ്മുടെ ജീവനെ കൊടുക്കുന്ന കാര്യമാണ്. അക്ഷരികമായിട്ട് ജീവനെ കൊടുക്കാൻ ദൈവത്തിന്റെ ഹിതമായിട്ട് ദൈവം ഒരു സമയത്ത് ദൈവം അത് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാം, അല്ലാതെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ദൈവമാണ് ജീവൻ തന്നിട്ടുള്ളത്. അപ്പം അക്ഷരികമായിട്ട് നമ്മളുടെ ജീവനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ദൈവത്തിന്റെ ഹിതമാണ്, ദൈവം അതിലേക്ക് നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ അതേ കർത്താവേ എന്റെ ജീവനെ ഞാൻ വിലയുള്ളതായിട്ട് എണ്ണുന്നില്ല എന്ന് അപ്പോസ്തലർ 20:24 പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അത് അക്ഷരമായിട്ട് ജീവനെ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ ദൈവം നമ്മളെ അതിനെ ബലപ്പെടുത്തും. പക്ഷെ ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഈ പ്രാണനെ കൊടുത്താൽ മാത്രമേ ഈ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അതാ നമ്മള് ഇപ്പം ഇവിടെ യോഹന്നാൻ 15-13 വായിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ, ജീവനെ എന്നുള്ളത് എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല, പ്രാണനെ വെച്ചാൽ സുഖി എന്നുള്ള വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് സുഖെ അല്ലെങ്കിൽ സൈക്കി എന്നുള്ള വാക്ക്, ദേഹി എന്നുള്ള ദേഹി ജീവനെ കുറിക്കുന്ന വാക്ക്. ആ പ്രാണൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പൊ ആ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഞാൻ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് 1 യോഹന്നാൻ 3:16 വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്നേഹം ഇന്നതെന്ന് അറിയുന്നത്. അവൻ നമുക്ക് വേണ്ടി ഞാൻ തിരിച്ച് 1 യോഹന്നാൻ 3:16 വന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. നമ്മള് ആ ഒരു പ്രാണനെ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ 2 കാര്യമാണ് എന്റെ ഹൃദയത്തിൽ വന്നേ. ഒന്നെന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കയ്പോ കാര്യങ്ങളോ ഒക്കെ, എന്തെങ്കിലും ഒരു കയ്പിന്റെ വേര് കാര്യങ്ങള് നമ്മളുടെ ഹൃദയത്തില് നമ്മളുടെ കൂട്ടുസഹോദരങ്ങളോടോ അല്ലെങ്കിൽ ഈവൻ മറ്റു മനുഷ്യരോടോ നമ്മുടെ ബന്ധുക്കളോടോ ആരോടെങ്കിലും നമുക്കൊരു കയ്പിന്റെ ഒരു വേര് വരുന്ന ഒരു കാര്യം, അത് ഈ ജഡമാകുന്ന തിരശ്ശീലയിലുള്ള വലിയൊരു കാര്യമാണ് ഈ കയ്പിന്റെ വേരെന്ന് പറഞ്ഞൊരു സംഭവം. എന്തെങ്കിലും ഒരു കയ്പ്, ഒരു ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മനോഭാവം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം. മറ്റുള്ളവര് എന്നെ മാനിക്കണം, മറ്റുള്ളവര് എന്നെ കുറിച്ച് എങ്ങനെ പറയണം, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യമാനം തേടുന്ന കാര്യം. അത് രണ്ടും ഒക്കെ അതുപോലെ ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ ജഡത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ
ഈ രണ്ട് കാര്യങ്ങള് അതിനെക്കുറിച്ചുള്ള കുറച്ച് വാക്യങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പം യുനോ കർത്താവിന്റെ സഭയായിട്ട്, ശരീരമാകുന്ന സഭയായിട്ട് കർത്താവിന്റെ തലയോട് പറ്റിച്ചേർന്ന് വളരുവാന്, കർത്താവ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാന് തടസ്സമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രാണനാണ്, നമ്മുടെ ഈ സ്വയജീവൻ. അത് നമ്മള് കർത്താവേ, ഞാനൊരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ ഞാൻ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ഒരു ദൈവഭാഗ്യ, ഒരു സീറോ ആയിട്ട് നമ്മളെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കും. അപ്പൊ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനും ശത്രുക്കളെ പോലും സ്നേഹിപ്പാനും കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാനും ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ലവ് അത് ഇങ്ങനെ നിത്യതയിൽ പോലും ദൈവം സ്നേഹിക്കുന്നതിന്റെ അത്രയും അളവിൽ നമ്മളാരും പരസ്പരം സ്നേഹിക്കാൻ പോകുന്നില്ല. എന്നാൽ ക്വാളിറ്റി ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ ക്വാളിറ്റി, ഇത് നമ്മുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം. ആ ക്വാളിറ്റി ഓഫ് ലവിനെ കുറിച്ചാണ് സ്നേഹം ഉതിർന്നു പോകുന്നില്ല, സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു, സ്നേഹം പ്രത്യാശ വെക്കുന്നു, എല്ലാം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ 1 യോഹന്നാൻ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ സ്നേഹത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ, 1 യോഹന്നാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ ആ സ്നേഹത്തിന്റെ അധ്യായത്തെ കുറിച്ച് വായിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്, സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ ആ ഒരു സ്നേഹം നമ്മളിൽ ഒന്ന് നിറയ്ക്കാൻ ഒക്കുള്ളൂ. ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മളുടെ ആ ഒരു സ്നേഹത്തിന്റെ ക്വാളിറ്റിയിൽ അതുപോലെ പരിശുദ്ധാത്മാവ് സ്നേഹം നമ്മളിൽ പകരണം. അപ്പോഴാ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ അധികമായിട്ട് നമ്മളുടെ ജഡമാകുന്നത് രസീതിയുടെ പുതിയ പുതിയ മേഖലകള്, ജഡത്തിന്റെ പല പല കാര്യങ്ങള്, നമ്മുടെ സ്വയത്തിലെ പല പല സ്വാർത്ഥതയും നികളവും അശുദ്ധിയും പരാതിയും വെറുവെറുപ്പും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവവും അങ്ങനെയൊക്കെയുള്ള ജഡത്തിൻ്റെതായ യേശുവിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പം അവിടൊക്കെ കർത്താവെ എന്നെ സഹായിക്കണമേ, ഞാൻ എന്നെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, എന്നെ തന്നെ ഒരു സീറോ ആയിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ആ പ്രാണനെ നമ്മൾ അവിടെ അങ്ങ് വെടിയുകയാണെങ്കിൽ, കർത്താവിന്റെ സ്വന്തം ഇഷ്ടത്തെ വെടിയുകയാണെങ്കിൽ കർത്താവിന്റെ ഒരു സ്നേഹം നമ്മളിൽ നിറയ്ക്കും. ശരിയാണ്, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവിടെ ഒരു സ്നേഹത്തിനൊരു കുറവ് വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഈ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം തന്നെ നമ്മുടെ ജഡത്തിൽ നിന്ന് ഒരു ദേഷ്യം പൂണ്ട് ഒരു വൈരാഗ്യത്തോടെ, ഒരു ഇറിറ്റേഷനോടുകൂടി അസ്വസ്ഥമായിട്ട് പറയാം. മറിച്ച് നമ്മളുടെ ജഡത്തെ അവിടെ മരണത്തിന് ഏൽപ്പിച്ച ആത്മാവിനെ നിറഞ്ഞ ആത്മാവിലെ ഒരു തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട്, പരിശുദ്ധാത്മാവ് തരുന്ന ആത്മാവിലെ ഒരു തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ജഡത്തിന് ഒരു ജഡികമായിട്ടുള്ളൊരു കോപമായിട്ടോ ഒരു അങ്ങനെ ഒരു ജഡികമായിട്ടുള്ള ഇറിറ്റേഷനിലല്ല, മറിച്ച് ആ ഒരു സ്നേഹത്തിന്റെ ഒരു കാർക്കശ്യം. സ്നേഹത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതായുള്ളൂ. ജഡത്തിന്റെ ഒരു കാർക്കശ്യമല്ല, മറിച്ച് ആത്മാവിന്റെ ഒരു കാർക്കശ്യം. ജഡത്തിന്റെ ഒരു ഇറിറ്റേഷൻ, അസ്വസ്ഥതയല്ല, മറിച്ച് ആത്മാവിനുള്ള ഒരു തീക്ഷ്ണതയോടെ നമുക്കത് ആ ഒരു മറ്റു മനുഷ്യമാനം തേടാതെ ഉള്ള ഒരു സ്നേഹം, ആ ഒരു കാര്യം. അപ്പം ആ ഒരു കയ്പിന്റെ വേരിനെ കുറിച്ച് പറയുമ്പം നമ്മളെ എബ്രായർ 12-ാം അധ്യായത്തിൽ ആ ഒരു കയ്പിന്റെ വേരെന്നുള്ള ഒരു പദപ്രയോഗം തന്നെ ഉള്ളത്. നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം. അതായത് നമുക്ക് മറ്റ് സഹോദരങ്ങളുമായിട്ട് ഒന്നായിട്ടായി തീരുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം മറ്റു സഹോദരങ്ങളുമായിട്ട് ഒന്നായി ചേരുന്നതിന്, പിന്നെ ഈവൻ ബാക്കിയുള്ള വ്യക്തിബന്ധങ്ങളോടുള്ള ഒരു നമ്മളെ അവിശ്വാസികളോട്, നമ്മളെ ഒരു പക്ഷേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മളുടെ ബോസിനോട്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലര് ചില എവിടെ ആണെങ്കിലും നമ്മളിപ്പോ ഭൂമിയിൽ ഇത് അറ്റത്ത് പോയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എല്ലായിടത്തും കാണാം. അപ്പം നമ്മൾ എബ്രായർ 12-ന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളെ യേശാവിനെ പോലെ അഭക്തനായി തിരികുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. അപ്പം അങ്ങനെ അതൊരു ലോങ് സെൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞിരിക്കുക. അപ്പം ദൈവകൃപ വിട്ട് പിന്മാറുകയും, അതായത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ കൃപയില് നമ്മൾ നിറഞ്ഞിരിക്കുമ്പം കയ്പിന്റെ പേരിനൊന്നും പിന്നെ അവിടെ അവിടെ ഒരു ഇടവില്ല. നമ്മളെ ദൈവകൃപ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് നമ്മളുടെ ഹൃദയത്തിൽ ആത്മാവിൽ നിറഞ്ഞ് നമ്മളുടെ ദേഹവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണെങ്കിൽ ഈ കയ്പിന്റെ വേരൊക്കെ ഇവിടെ ഇനിയോ കരിഞ്ഞു പോകും ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ. പക്ഷെ ദൈവകൃപയിൽ ഒരു ഷോർട്ടേജ് വരുന്നു. ഇപ്പൊ നമ്മൾ വെള്ളം ഷോർട്ടേജ് വരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ആണെന്ന് നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? ഏതാണ്ട് കരമൊക്കെ കൂട്ടുന്ന കാര്യമൊക്കെ ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു കുറവ് വരുന്നു എന്ന് പറയുന്നത് പോലെ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു കുറവ് വരുമ്പോൾ എന്ത് പറ്റുന്നു? ഈ കയ്പിന്റെ വേരൊക്കെ അങ്ങ്
മുളച്ചു പൊന്തും. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അതാ ആരോടെങ്കിലും ഒരു കയ്പിന്റെ ഒരു വേര്, അതാ നമ്മള് പല കയ്പുള്ള വേരും മുളച്ച് അത് എന്ത് ചെയ്യും, കലക്കം ഉണ്ടാക്കുന്നു. അത് ഇറ്റ് കോസസ് ട്രബിൾ. അത് നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ആദ്യം കലക്കം ഉണ്ടാക്കുന്നു, പിന്നെ നമ്മളത് വേറൊരാളോട് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിലും കലക്കം ഉണ്ടാക്കുന്നു. അങ്ങനെ അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കരുതിക്കൊള്ളുവെന്ന് പറയോ. പിന്നെ യെശയ്യാവിന്റെ കാര്യം കൂടെ പറയാം. ആരും ദുർനടപ്പുകാരനോ, എബ്രായർ 12:15-16 വായിക്കുന്നത്, ആരും ദുർനടപ്പുകാരനോ ഒരു കൂടിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനുമായി തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. കരുതിക്കൊള്ളു, സീ ടു വിറ്റ് ദാറ്റ് നോ വൺ കം ഷോർട്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ആ ഒരു കയ്പിന്റെ ഒരു കാര്യം. പിന്നെന്താ, മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം. മനുഷ്യമാനം തേടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കർത്താവിന് പറയുന്ന ഒരു വാക്യമുണ്ട്, യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ കോട്ട് ചെയ്തതായിട്ട് ഓർക്കുന്നു, ആരോടെന്ന് ഞാൻ തന്നെ മറന്നുപോയി. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തില്, അതെ, കഴിഞ്ഞ ദിവസം ഒരു ഇപ്പൊ ഓർക്കുന്നുണ്ട് ആരോടെ കോട്ട് ചെയ്തതെന്ന്. അത് ഇതുപോലെ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് ഒരു വിശ്വാസികളായിട്ടുള്ള ഒരു സൗകര്യങ്ങളായിരുന്നു. അപ്പം നമ്മുടെ ചർച്ചിലുള്ളതല്ല. എന്നാൽ യോഹന്നാൻ 5-ാം അധ്യായത്തിന് 44 പലപ്പോഴും ആ ഒരു മനുഷ്യമാനം, അവരെന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പിന്നെ മറ്റു മനുഷ്യരിൽ നിന്ന് നമുക്കൊരു മതിപ്പും പ്രശംസയും. അതിപ്പോ നമ്മള് സഭയിൽ തന്നെ സഭയിലുള്ള സൗകര്യങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം, എന്നെ കുറിച്ച് അങ്ങനെ പറയണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്നെ അവര് അങ്ങനെ കരുതണം, ഇങ്ങനെ കരുതണം. അപ്പൊ നമ്മളത് പുറമേ പറയത്തില്ലായിരിക്കും. പുറമേ പറഞ്ഞാൽ അതൊരു വളരെ വളരെ ഒരു ഒരു ഇതായിട്ട് അതൊരു അപക്വമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ പുറമേ പറയത്തില്ലായിരിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലൊരു സംഭവമുണ്ട്. എന്താ, മറ്റ് മനുഷ്യരുടെ അംഗീകാരം, മറ്റ് മനുഷ്യരുടെ അഭിപ്രായം, അതൊരു വിഗ്രഹമായിട്ട് അങ്ങ് തീരും. അപ്പൊ അത് പലപ്പോഴും നമ്മളുടെ ആ ഒരു ഒരുമയും കൂട്ടായ്മയും ഒക്കെ അങ്ങ് ബാധിക്കാൻ സാധ്യത. ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ, ആരാണ് കൂടുതൽ സീനിയർ, ആരാണ് കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത. അതാ നമ്മള് യോഹന്നാൻ 5:44 കർത്താവ് പറയുന്നത്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? അപ്പം യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് ഒരു തടസ്സമായിട്ട് കർത്താവ് പറയുന്നത് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്ന കാര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, വിശ്വസ്തത എന്നുള്ള ആണ് ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നെങ്കിൽ, വിശ്വാസം എന്നാണ് അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, വിശ്വസ്തത ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഫലമാകുന്ന വിശ്വാസം നമ്മളുടെ ഒന്നും നിറയാനുള്ള ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല, ഈ ഒരു കപ്പിനകത്ത് ലിഡ് വെച്ചുകൊണ്ട് നമ്മൾ കുറെ വെള്ളം എടുത്ത് ഒഴിച്ചാൽ അതിന്റെ കപ്പിനകത്ത് എത്ര വെള്ളം പോകും? ഒന്നും പോകത്തില്ല. ലിഡ് നന്നായിട്ട് ടൈറ്റായിട്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ലിഡൊക്കെ കുറച്ചൊക്കെ ഒരു വിടവുണ്ടെങ്കിൽ കുറച്ചൊക്കെ പോകുമായിരിക്കും. പക്ഷെ ലിഡ് അങ്ങ് മാറുവാണെങ്കിൽ ഫുള്ള് വെള്ളം അതിനകത്തോട്ട് പോകും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ്, വിശ്വാസം എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ അങ്ങ് നിറയ്ക്കാനാകെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ ജഡത്തിലെ തമ്മിൽ തമ്മിൽ ബഹുമാനം തേടുന്നത് നമ്മുടെ ജഡത്തിന്റെ ഒരു തിരശ്ശീലയായിട്ട് ആ കപ്പിന്റെ മേലുള്ള ലിഡായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതില് ഒരു ചിന്തൽ വരുന്നതനുസരിച്ച് അധികമായിട്ട്, അതായത് മറ്റു മനുഷ്യരുടെ അഭിപ്രായം, മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും, ആൾക്കാരെ പേടി, മനുഷ്യഭയം, അവരെന്നെ കുറിച്ച് എന്ത് പറയും, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് പേടിയാ, എനിക്ക് ചിലർ പറയും, ചിലർക്ക് BP എന്ന് പറയും, ഭാര്യയെ പേടി, ചിലർ പറയും എന്തിനാ പറയുക, BP എനിക്ക് ബ്ലഡ് പ്രഷർ ആണല്ലേ. അപ്പൊ ചിലർക്ക് അമ്മായിയമ്മയെ പേടി, ചിലർക്ക് അമ്മായിപ്പനെ പേടി, ചിലർക്ക് എന്താ നാത്തുവിനെ പേടി, ചിലർക്ക് മരുമകളെ പേടി, ചിലർക്ക് അതുപോലെ അതുപോലെ മനുഷ്യരെ പേടിക്കുന്ന ഒരു, അല്ലെങ്കിൽ മനുഷ്യഭയം, അതുപോലെ തന്നെ മനുഷ്യന്റെ ബഹുമാനം അന്വേഷിക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ളത് അത് വല്ലാത്തൊരു എന്താ പറഞ്ഞ ഒരു കെണിയാണ്. മനുഷ്യഭയം ഒരു കെണിയാകുന്നു എന്ന് നമ്മള് സദൃശമാക്കി 29-25 നമ്മള് എപ്പോഴും എടുത്ത് പറയാറുള്ള ഒരു കാര്യം. അപ്പം ഇവിടെ കർത്താവ് പറയുന്നത് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്, തമ്മിൽ തമ്മിൽ ആ ഒരു ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്ന്, എന്നുവെച്ചാൽ ഏകദൈവത്തിന്റെ പക്കൽ നിന്ന്, അത് ശരിക്കും അത് രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗ്രീക്കിൽ അത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് ആ ഒരു മോണോസ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അപ്പൊ ആ മോണോസ് എന്നുള്ളത് ദൈവത്തിന്റെ ഓട് ചേർന്ന് ഏകദൈവം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബഹുമാനം മാത്രം. അതായത് ഇങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാം, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം മാത്രം. ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം, ഏകദൈവമാണ് എന്നുള്ള കാര്യം നമുക്ക് ബാക്കി വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് അറിയാം, ദൈവം ഏകനാണെന്നുള്ള കാര്യം. കർത്താവ് ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവം യഹോവയായ ദൈവം ഏകനായ ദൈവം
ഗോഡ് ഇസ് വൺ എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഒരു വാക്യത്തില് കുറച്ചുകൂടെ അതിന്റെ ഒരു ആഴം കിട്ടുന്നത് ഒരുപക്ഷെ പരിഭാഷകർക്ക് ചിലപ്പോൾ അത്രയും നമ്മളിപ്പോ ചിന്തിക്കുന്നതിന് അത്രയും ആഴം അത്ര അവർ ചിന്തിച്ച് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അത് പരിഭാഷപ്പെടുത്തിയാൽ ഇങ്ങനെ, അതായത് ഹൗ ക്യാൻ യു ബിലീവ് വെൻ യു റിസീവ് ഗ്ലോറി ഫ്രം വൺ അനദർ ആൻഡ് യു ഡു നോട്ട് സീക്ക് ഓൺലി ദ ഗ്ലോറി, you do not seek only the glory that is from God. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. ബാക്കി മനുഷ്യര് അവരെന്നെ മാനിക്കുന്നുണ്ടോ, എനിക്ക് സഭയിൽ എന്റെ സ്ഥാനം എന്താണ്, എന്റെ എല്ലാവരും എന്നെ എത്രമാത്രം കരുതുന്നു, എത്രമാത്രം ഗണിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് കർത്താവേ, ഞാനൊരു വട്ടപൂജ, ഞാൻ എല്ലാവരുടെയും അടിമയാകേണ്ടവൻ, മറ്റു മനുഷ്യരെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതോ അവരെന്ത് പറയുന്നില്ലെന്നുള്ളതോ, അല്ല ഈവൻ സഭയിലെ കാര്യമല്ല, നമ്മുടെ വീട്ടിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യമായിരിക്കാം. അയ്യോ, ബാക്കിയുള്ള എന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരെ കുറിച്ച് ബോസ് ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, ടീച്ചർ അങ്ങനെ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ ഒരു മനുഷ്യന്റെ മാനം തേടുന്നത് എന്താ പറയുക, മനുഷ്യന്റെ മാനം തേടാന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം എന്ന് പറഞ്ഞാല്, ഈ ഗ്ലാസ് ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് എനിക്ക് ഇതിനകത്ത് പാലൊഴിച്ച് തരാൻ പറഞ്ഞാല് നമ്മള് അതിന്റെ അടപ്പ് തുറന്നിട്ട് പറയാല്ല, അതിന് അടപ്പ് വെച്ചുകൊണ്ട് തന്നെ പാലൊഴിച്ച് തരണം എന്ന് പറഞ്ഞാല് നമ്മൾ കർത്താവേ വിശ്വാസം എനിക്ക് ഊറ്റി തരണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മളിങ്ങനെ ഈ ലിഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടിരിക്കുക. ലിഡ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ജഡവാകുന്ന തിരശ്ശീല, അവിടെ പല കാര്യങ്ങളുണ്ട്. ഈ ജഡവാകുന്ന തിരശ്ശീലയില്, ജഡവാകുന്ന ഈ ലിഡില്, ഈ അടപ്പില്, അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യഭയം, മനുഷ്യമാനം തേടുന്നത്, പിന്നെ ഇതുപോലുള്ള കയ്പ്, അതുപോലെ മറ്റുള്ളവർ വിധിക്കുന്ന മനോഭാവം, ആകുല ചിന്തകള്, അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജഡത്തിലുള്ള എല്ലാ സിനിമകളും ഉണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, സെറ്റിലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവമുമ്പാകെ ആ ഒരു കർത്താവേ, ആ ഒരു പിന്നെ മനുഷ്യന്റെ അഭിപ്രായം അതിൽ നിന്നുള്ളൊരു, എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പക്കാരനായിട്ട് വിശ്വാസിയായിട്ട് വളർന്നു വരുന്ന സമയത്ത് ഈ എന്റെ അഭിപ്രായം ഇസ് ഫിറ്റ് ഫോർ ദ ഗാർബേജ് ബിൻ എന്നുള്ള സാഗ്ബറിന്റെ ആ പദപ്രയോഗം എനിക്ക് ഒത്തിരി ഹെൽപ്പായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചില മനുഷ്യമാനം തേടാനുള്ള ഒരു ഇത് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ബ്രദർ പറയുന്നത് ഫിറ്റ് ഫോർ ദ ഗാർബേജ് ബിൻ, അതായത് ആ ചവിറ്റുകൊണ്ടിൽ ഇടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. എന്തോന്ന് ഏതൊരു പുസ്തകത്തിലാണ് തോന്നുന്നു കോട്ട് ചെയ്ത്, ഈ ഒരു ഏഷ്യാവ് 2:22, ഏഷ്യാവ് 2:22 നമുക്കൊന്ന് വരാം. അവിടെ സ്റ്റോപ്പ് റിഗാർഡിങ് മാൻ എന്ന് പറയുന്നത് ഒരു അത് എന്റെ ജീവിതത്തിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ പലപ്പോഴും കൗൺസിലിങ്ങിനും ഒക്കെ പലപ്പോഴും അത് വചനത്തോട് താല്പര്യമുള്ളവരുടെ ഒരു റിസപ്റ്റീവ്നെസ് ഉള്ളവരോട് പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓർക്കാൻ എളുപ്പമാണ്. യെശയ്യാവ് 2 അവസാനത്തെ വാക്യം, 2:22, സ്റ്റോപ്പ്. നമ്മള് ട്രാഫിക് പോലീസുകാരെ പെട്ടെന്ന് സ്റ്റോപ്പ് എന്നൊരു സിമ്പിൾ കാണിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചുകൊണ്ടങ്ങ് പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാല്ലേ. സ്റ്റോപ്പ് എന്ന് ദൈവം തമ്പുരാൻ തന്നെ പറയുക. എന്താ സ്റ്റോപ്പ് സിഗ്നൽ? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ. സ്റ്റോപ്പ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. സ്റ്റോപ്പ് റിഗാർഡിങ് മാൻ. ആ ഒരു മനുഷ്യരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ചിലപ്പം മനുഷ്യമാനം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള ഒരു സംഭവം, അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ പല പല സട്ടിൽ ലെയേഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ദൈവം നമുക്ക് വെളിച്ചം തരുന്നിടത്തോളം നമ്മളതങ്ങ് ദൈവമുമ്പാകെ അങ്ങ് ഏറ്റു പറഞ്ഞ്, കർത്താവേ എനിക്ക് വിടുതൽ വേണം, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ള ആ ഒരു കാര്യം, കർത്താവേ അതൊരു ബന്ധനമാണ്. അങ്ങെന്ത് പറയും? ഏക ദൈവത്തിന്റെ ബഹുമാനം മാത്രം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന കർത്താവ് യോഹന്നാൻ 5:44 പറഞ്ഞു. അതാ സ്റ്റോപ്പ് റിഗാർഡിങ് മാൻ ഹുസ് ബ്രെത്ത് ഓഫ് ലൈഫ് ഇസ് ഇൻ ഹിസ് നോസ്ട്രിൽസ്. അതായത് ഇപ്പൊ പലപ്പോഴും പല കുഞ്ഞുങ്ങളൊക്കെ പറയാം, അവർക്ക് അവർക്ക് 4 വാക്ക് മുമ്പിൽ നിന്ന് പറയാൻ പേടിയാ എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ആൾക്കാരെന്ത് പറയും, ഞാനതൊക്കെ തെറ്റു പറയുമോ? ആൾക്കാരെ മൈൻഡ് ചെയ്യരുത്. അവിടെ ഇരിക്കുന്നവരല്ല, അവരുടെ നോസ്ട്രിൽസിൽ ബ്രത്ത് ആരാ കൊടുത്തേ? നമ്മളുടെ പിതാവായ ദൈവം ആ നോസ്ട്രിൽസിന് ബ്രത്ത് എടുത്ത് കളഞ്ഞാൽ അവരെല്ലാം ഡെഡ് ബോഡീസ് ആയിട്ട് അവിടെ ഇരിക്കും, അവരെല്ലാം അവിടെ കിടക്കും. അത്രേ ഉള്ളൂ. അപ്പൊ സ്റ്റോപ്പ് റിഗാർഡിങ് മാൻ. അതാ നമ്മള് യെശയ്യാവ് 2:22 വായിച്ചത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ, അവനെ എന്ത് വിലമതിക്കുവാനുള്ളൂ. ശരിയാണ്, നമ്മുടെ നമ്മള് മനുഷ്യരെ ബഹുമാനിക്കണം, എല്ലാം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് കളയത്തക്ക വണ്ണം, നമ്മളുടെ ആ ഒരു പ്രാഗൽഭ്യം പോകത്തക്ക വണ്ണം, നമുക്ക് ഒരു ഞെരുക്കമാകത്തക്ക വണ്ണം മറ്റു മനുഷ്യരെ പേടിക്കുന്ന ആ ഒരവസ്ഥ. അതാ നമ്മള് സദൃശവാക്യം, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യം, സദൃശവാക്യം 29:25, ഒരു പക്ഷി കൂട്ടിലടയ്ക്കുന്നതോടുള്ള ബന്ധപ്പെട്ട ആ വാക്യം ചിന്തിക്കുമ്പോൾ അതൊരു പുതിയ വെളിച്ചമായിട്ട് വരും. നമ്മളത് സദൃശവാക്യം 29
25-ാമത്തെ വാക്യം, മനുഷ്യഭയം ഒരു കെണിയാകുന്നു, മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ആ രക്ഷ പ്രാപിക്കുന്നുള്ള എബ്രായ ഭാഷയിലെ ആ സഗാബ് എന്നുള്ള പദമൊക്കെ നമ്മൾ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സഗാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉയരത്തിൽ വെക്കപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. ടു ബി ഹൈ, ടു ബി ഇനാക്സസിബിളി ഹൈ, ടു ബി ടു ഹൈ ഫോർ ക്യാപ്ചർ എന്നാണ്. എക്സോൾട്ടഡ് എന്ന നമ്മള് NASB പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഉയർത്തപ്പെടും. മലയാളത്തിൽ രക്ഷ പ്രാപിക്കും എന്നുള്ളത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല, കുറച്ച് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല, ശരിക്കും ഉയർത്തപ്പെടും. അപ്പൊ അതായത് നമ്മൾ ഈ ബാക്കിയുള്ള മനുഷ്യർ എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങ് നമുക്ക് മാർക്ക് കുറഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ ബാക്കി എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെന്നെ കുറിച്ച് ഇങ്ങനെ പറയത്തില്ല, അങ്ങനെയുള്ള പറയത്തില്ല, അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതൽ വേണം. ഒരു മനുഷ്യഭയം അത് നമ്മളെ പരസ്പരമുള്ള ഒരു സ്നേഹിപ്പാനും നമ്മൾ സഭയായിട്ട് ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നതിന് ഒരു തടസ്സമാണ് മനുഷ്യഭയവും മനുഷ്യമാനവും അന്വേഷിക്കുന്ന ഒരു കാര്യമൊക്കെ. മനുഷ്യഭയം ഒരു കെണിയാകുന്നു. അതായത് ഒരു പക്ഷി, ഒരു കൂട്ടിൽ അടച്ചിരിക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയെ കൂടങ്ങ് തുറന്നു വിടുമ്പോൾ അത് ഉയരത്തിലേക്ക് പറക്കുന്നത് പോലെയാണ് സദൃശ്യവാക്യം 29-25. സദൃശ്യവാക്യം 29-25 നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂടിവിട്ട് പറന്നു പോകുന്നതിലാണ് കർത്താവിനെ ആശ്രയിക്കുന്നവൻ. അതായത് ആ കെണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജഡവാകുന്ന തിരശ്ശീല ഒരു കെണിയായിട്ട് വരുന്നത്. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ള ആ ഒരു വചനമാകുന്ന വാള് വന്ന് ഈ ചങ്ങലകളെ അല്ലെങ്കിൽ ഈ കെണിയെ അങ്ങ് അറുത്ത് മാറ്റുമ്പം നമ്മള് ഒരു മുമ്പാകെ അതുപോലെ നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുവാണെങ്കിൽ ആ കെണിയെ അങ്ങ് ദൈവം അറുത്ത് മാറ്റുമ്പം നമ്മള് ഉയരത്തിലേക്ക് പറക്കുവാൻ, കർത്താവിനെ കാത്തിരിക്കുന്നവർ പുതുബലം പ്രാപിച്ച് പറന്നുയരും എന്നൊക്കെയാണ് നമ്മൾ യെശയ്യാവ് 40-31 വാക്യത്തിൽ വായിക്കുന്നത്. അതുപോലെ മറ്റു മനുഷ്യരെ ഭയപ്പെടാതെ, മറ്റ് അവരെന്ത് പറയും ഇവരെന്ത് പറയും, മറ്റു മനുഷ്യമാനം തേടാതെ ഉള്ള ഒരു അവസ്ഥ. കർത്താവിനെ യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ എന്ത് അന്വേഷിക്കുന്നില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ മനുഷ്യന്റെ ബഹുമാനം അന്വേഷിക്കുന്നില്ലെന്ന് അവിടെ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്ന ഒരു വാക്യം നമ്മളവിടെ വായിക്കുന്നുണ്ടായി. ഇതിന്റെ 50-ാമത്തെ വാക്യം, യോഹന്നാൻ 8-50, ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, എന്റെ ആ ഒരു മഹത്വം അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവന് ഒരുവനുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഗ്ലോറി, എന്റേതായിട്ടുള്ള ഒരു മഹത്വം അന്വേഷിക്കുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും ആ മഹത്വം തന്നാൽ എന്ത് ചെയ്യും? 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ ഇതേ യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തില് കർത്താവ് എന്താ പറയുന്നേ? യോഹന്നാൻ 5-ന്റെ 41-ാമത്തെ വാക്യത്തില്, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഐ ഡി നോട്ട് സീക്ക് മൈ ഗ്ലോറി, ഐ ഡി നോട്ട് റിസീവ് ഗ്ലോറി ഫ്രം മെൻ. ആ ബഹുമാനം, ആ ഒരു ഡോക്സ എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബഹുമാനം, മഹത്വം, ആ ഒരു തേജസ്, ഇപ്പൊ മനുഷ്യന്റെ ആ ഒരു ബഹുമാനം, എന്റേതായിട്ടുള്ളൊരു മഹത്വം ഞാൻ അന്വേഷിക്കുന്നില്ല. ഇനിയിപ്പോ ആരെങ്കിലും ബഹുമാനം തന്നാൽ ഞാനതങ്ങ് സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർ നമ്മൾ ബഹുമാനം തന്നാൽ നമ്മളിപ്പോ കോളറൊക്കെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി ഞാൻ അവിടെ ഞാനേ എന്നുള്ളൊരു ഭാവം നമ്മൾ പുറമേ കാണിക്കത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഉയർന്ന ചിന്ത വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളും കർത്താവുമായിട്ടും നമ്മൾ ബാക്കിയുള്ള സൗകര്യങ്ങളുമായിട്ടും ഒക്കെ ഒന്നായിട്ട് ഒരു മനസ്സോട് കൂടിച്ചേരുന്നതിന് ഒരു തടസ്സമായിട്ട് മാറും. നമ്മള് അപ്പോസ്തലപ്രവൃത്തികളില് സഹോദരങ്ങൾ എല്ലാവരും അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് അവര് എങ്ങനെയായിരുന്നു നമ്മൾ വായിക്കുന്നത്? നമ്മളവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളുടെ ഈ കയ്പിന്റെ വേരും മനുഷ്യമാനം തേടുന്നതും മനുഷ്യഭയവും അങ്ങനെയൊക്കെയുള്ള പല ജഡത്തിൻ്റെതായ പല ലെയറുകളും കാര്യങ്ങളും ഒക്കെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ തകർത്ത് നമ്മളെ കർത്താവിനോടും സഹോദരങ്ങളോടും നമ്മളെ ഒന്നാക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് യേശു സ്നേഹിച്ചതുപോലെ പരസ്പരം അധികമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാണപ്പെടുമെന്ന് ചോദിച്ചാൽ ഇത് അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 46-ാമത്തെ വാക്യം, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം അവിടെ ആദിമസഭയെ കുറിച്ച് പറയുക. അവര് എങ്ങനെയായിരുന്നു? ദേ വേ ഹാവിങ് വൺ മൈൻഡ്, ഡേ ബൈ ഡേ കണ്ടിന്യൂയിങ് വിത്ത് വൺ മൈൻഡ് ഇൻ ദ ടെമ്പിൾ. ആ ഒരു മനസ്സേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർ ആത്മാവിലെ ദൈവത്തോട് ഒന്നായി ചേർന്നപ്പം പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ രണ്ടുപേരുടെ മനസ്സ് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുമ്പം അവിടെ ഒരു മനമുണ്ട്, ഒരു മനസ്സോടെ. അപ്പൊ ആ ഒരു മനസ്സിന് തടസ്സമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ മുമ്പേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് ഈ കയ്പും അതുപോലെ തന്നെ മനുഷ്യമാനം തേടുന്നതും മനുഷ്യഭയവും അതുപോലെയൊക്കെയുള്ള ഇടത്തിൻ്റെതായിട്ടുള്ള പല പല കാര്യങ്ങൾ, അശുദ്ധിയോ വിധിക്കുന്ന മനോഭാവമോ
നീളവോ അങ്ങനെ സ്വാർത്ഥതയോ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു മനസ്സ് നമ്മള് ആ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ആ സ്നേഹത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ തക്കവണ്ണം തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നുണ്ടോ? ഞാന് മറ്റു മനുഷ്യര് എന്നെ ബഹുമാനിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കുന്നുണ്ടോ? ഞാനത് കർത്താവെ ഞാൻ ആരോടെങ്കിലും എനിക്കൊരു ചെറിയൊരു അസ്വസ്ഥതയോ കയ്പോ ചെറിയൊരു പ്രയാസമോ ചെറിയൊരു നീരസമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ എനിക്ക് അങ്ങയോട് സൗഹൃദങ്ങളോട് ഒരു മനസ്സാണ് എനിക്കുള്ളത്. ആ ഒരു ആ ഒരു സഭയാകുന്ന ശരീരമായിട്ട് നമുക്ക് ഒരു മനസ്സോടെ നമ്മളായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല പറയുന്നത്, ഫിലിപ്പിയ ലേഖനത്തിലും വീണ്ടും വീണ്ടും പൗലോസ് ആ ഫിലിപ്പിയ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ കുറിച്ച് കർത്താവിന് പൗലോസിന് ആത്മീയ പിതാവ് എന്ന നിലയിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അവരെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പൗലോസിന് ആവശ്യഘട്ടങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി പൗലോസിനെ പലതവണ സഹായിക്കുകയൊക്കെ ചെയ്ത കാര്യമൊക്കെ നന്ദി പറയുന്നതൊക്കെ നമ്മൾ 4-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവിടെ തന്നെ 2 സഹോദരിമാര് ചേർന്ന് അങ്ങ് പോകാൻ പറ്റുന്നില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എന്റെ 4-ാം അധ്യായത്തിലെ 2ാമത്തെ വാക്യത്തിൽ കർത്താവിൽ ഏകചിന്തയോട് ഇരിക്കുവാൻ ഞാൻ യുവോദ്യോഗിയെയും സിന്ധുക്കയെയും പ്രബോധിപ്പിക്കുന്നു. ടു ലിവ് ഇൻ ഹാർമണി ഇൻ ദ ലോർഡ്, ഏകചിന്തയോട് ഇരിപ്പാൻ. അതിന്റെ തൊട്ട് മുമ്പേ അതിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനം എന്താ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്? ആത്മീയ പിതാവായിട്ടുള്ള പൗലോസ് പരിശുദ്ധാത്മാവിനാല് ഫിലിപ്പിയർ 1:27 ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ പല മനസ്സോടെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവിൻ. ഉള്ളി കണ്ടക്ട് യുവർ സെൽഫ് വർത്തി ഓഫ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള നടപ്പെന്ന് പറയുമ്പോൾ അവിടെ ഏക ആത്മാവ്, നമ്മുടെ മനുഷ്യരല്ലേ ഏക ആത്മാവൊക്കെ പ്രതികരിക്കുമ്പോൾ ഏക മനസ്സൊക്കെ എങ്ങനെ പറ്റുന്നു? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വചനത്തിൽ അത് പറയത്തില്ലായിരുന്നു. ഏക മനസ്സ് നമുക്ക് ആ ഒരു സഭയായിട്ട്, നമ്മുടെ സഭയാകുന്ന ശരീരത്തോട് നമ്മൾ ഒന്നാകുമ്പോൾ, കർത്താവിനോട് ഒന്നായി ബാക്കിയുള്ള സഹോദരങ്ങളോട് നമ്മൾ ഒന്നാകുമ്പോൾ അവിടെ ഒരു മനസ്സുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സല്ല, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരല്ലോ എന്നാണ് 1 Corinthians 2:16 പൗലോസ് പറയുന്നത്. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് അവിടെ പൗലോസിനെയും കൂട്ടാളികളെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി കുരുതി വിശ്വാസികളെ കുറിച്ച് ഒരിക്കലും അല്ല പറയുന്നത്. അവർക്ക് ക്രിസ്തുവിന്റെ മനസ്സ് പോയിട്ട് ലോകക്കാരുടെ മനസ്സിനെക്കാട്ടിലും മോശമായിട്ടുള്ള ജഡികരുടെ മനസ്സേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. 1 Corinthians അവസ്ഥ നമുക്കറിയാം. ആ 1 Corinthians 2 വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. എനിക്കൊന്ന് മലയാളത്തില് നമ്മൾ നാം തോന്നി ട്രാൻസ്ലേറ്റ് ശരിക്കും ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ എന്ന് വെച്ചാല് കുരുതി വിശ്വാസികളോട് നമ്മൾ പറഞ്ഞാല് 1 Corinthians 2:16 എങ്ങനെയാണെന്ന് ഞാൻ നോക്കിക്കോട്ടെ. മലയാളത്തില് 1 Corinthians 2:16 ബട്ട് വി ഹാവ്, നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു. നാമോ എന്നുള്ളത് ഞങ്ങളോ എന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത വാക്യത്തില നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനിട്ട് നാമോ ക്രിസ്തുവിന് മനസ്സുള്ളവരാകുന്നു അവിടെ പറയത്തില്ല. അപ്പൊ നാമോ എന്ന് പറയുമ്പോൾ ഞങ്ങളോ, അതായത് ഇത് ലേഖനം എഴുതിയ ആരൊക്കെയാന്ന് അവിടെ വായിക്കുന്നുണ്ട്. പൗലോസും സഹോദരനായ സോസ്തനേസും ദൈവസഭയ്ക്ക് ഞങ്ങളോ എന്നുള്ള ഒരു കൂട്ടുസഹോദരങ്ങളോട് ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു ക്രിസ്തുവിന്റെ മനസ്സ്, ആ ഒരു ഏക മനസ്സ്, നമ്മൾ ഫിലിപ്പിയിലേക്ക് തിരിച്ച് ഒന്നുകൂടെ പോകുമ്പോൾ ഫിലിപ്പിയർ 1:27 നമ്മളിപ്പോ കണ്ടു. ഏക ആത്മാവോടെ, നമ്മൾ ഏകാത്മാവുണ്ടെങ്കിൽ ഏക മനസ്സ് വരുത്തുള്ളൂ. ഏകാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛാശക്തിയിൽ നമ്മുടെ തീരുമാനം എടുക്കാവുന്ന കഴിവിൽ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഒന്ന് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് ദൈവമായിട്ട് നമുക്കൊരു ഏകാത്മാവാകുവാൻ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവിനോട് ഏകാത്മാവാകുന്നു എന്ന് 1 Corinthians 6:17 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സഹോദരങ്ങളോട് ഒരു ഏക ആത്മാവ് ഉണ്ടാവും. പിന്നെ ഏക മനസ്സ്, ആ പരിശുദ്ധാത്മാവ് എന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ ഏക മനസ്സ്, നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് ആവുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിനനുസരിച്ച് ഒരു ഏക മനസ്സോടായിരിക്കാൻ നമ്മളിവിടെ കായംകുളത്തെ ചർച്ചായിട്ട് നമ്മളിവിടെ ആയിരിക്കുമ്പം ഏക മനസ്സോടെ ആയിരിക്കുന്ന ഒരു കാര്യ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സന്തോഷ് വിടുമ്പറിന്റെ ഒരു മെസ്സേജ് കേൾക്കുമായിരുന്നു. അപ്പം അതിനകത്ത് പേർ പറയുന്നുണ്ട്, ഈ പെന്തക്കോസ്ത് നാളിന് മുമ്പ് 12 പേർക്ക് 13, അങ്ങനെ പേര് പറഞ്ഞില്ല, എന്നാലും ഞാൻ പറയുക, ഈ 12 ശിഷ്യന്മാർ, ഇപ്പൊ യൂദാ പോയി, ബാക്കി ഇപ്പം 11 തന്നെ ഇരിക്കട്ടെ, 11 പേർക്ക്
22 മനസ്സായിരിക്കും. എന്ന് വെച്ചാൽ പത്രോസ് പറയുന്നത് ഞാൻ ഒരു നാളും തള്ളി പറയുകയില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇങ്ങനെ യോഹന്നാനും യാക്കോബിനും ഒക്കെ ഇടത്ത് വലത്തും ഒക്കെ ഇരിക്കണം. റെക്കമെൻഡേഷനായിട്ട് അമ്മയും കൊണ്ടുവരുന്നു. അമ്മ പറഞ്ഞ കർത്താവ് കേൾക്കുമായിരിക്കും തിരിച്ചാണ്. ഇനിയിപ്പോ അമ്മയുടെ താല്പര്യം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നപ്പോൾ, ആ പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുക്കത്തോടെ അവരായിരുന്നപ്പം, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അവര് ഒരുമനപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആ ഒരു ആവശ്യബോധ നുറുക്കത്തിൽ അവരെ ഒരുമനപ്പെട്ട് തന്നെ വന്ന് കൂടിച്ചേർന്നിരുന്നത്. ആ ഒരു തയ്യാറായിരിക്കുന്ന നിലത്തിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ വെള്ളച്ചാട്ടം, ജീവജല നദി വന്ന് ഇറങ്ങിയത്, വലിയ അഗ്നി വന്ന് ഇറങ്ങിയത്. എന്നാൽ അതിനുശേഷമാണ് ശരിക്കും അവർക്ക് ഒരു മനസ്സ്, സഭയുടെ ഒരു മനസ്സ് ആയിട്ട് മാറിയത്. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഫിലിപ്പർ 1:27 ഇപ്പൊ നമ്മൾ വായിച്ചു. ഇത് തൊട്ടടുത്ത 2-ാം അധ്യായത്തിലേക്ക് പൗലോസ് വരുമ്പോൾ 2-ാം അധ്യായത്തിലും പൗലോസ് അതിന് വീണ്ടും പറയുന്നു. എന്താ? 2-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ വായിക്കുക. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, അതായത് തന്റെ ആത്മീയ മകളോട് ക്രിസ്തുവിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രബോധനം, എനിക്ക് എന്തെങ്കിലും ഒരു ഒരു എൻകറേജ്മെന്റ്, പാരാക്ലിസിസ് എന്നുള്ള വാക്കാണ്. എന്നുവെച്ചാൽ അവിടെ ക്രിസ്തുവിൽ നല്ല ഉത്സാഹം ഉണ്ടെങ്കിൽ എന്ന് കുറച്ചുകൂടെ വേണമെങ്കിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പാരാക്ലിസിസ്, പാരാക്ലിറ്റാസ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്ക്. പാരാക്ലിസിസ് എന്ന് പറഞ്ഞാൽ എൻകറേജ്മെന്റ്, എക്സോർട്ടേഷനും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ക്രിസ്തു നിങ്ങൾക്ക് വല്ല പ്രബോധനവും അതുപോലെ ഒരു ആശ്വാസം, അതുപോലെ ഒരു എക്സോർട്ടേഷൻ, ഒരു എൻകറേജ്മെന്റ്, ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വലിയ ആശ്വാസം, അവിടെ പരാമിത്യോ എന്ന് പറഞ്ഞൊരു വാക്ക്, ആശ്വാസം, കൺസലേഷൻ, വല്ല ആശ്വാസം. യഥാർത്ഥത്തിൽ ദൈവത്തിൽ ക്രിസ്തുവിൽ നമുക്ക് ഒരു പ്രബോധനവും ആശ്വാസവും ഉത്സാഹവും ഒക്കെ ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വലിയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക എന്റെ കുഞ്ഞുങ്ങളെ എന്നാണ് പറയുന്നത്. എത്രമാത്രം ആ ഒരു സഭ ഒരു ശരീരമായിട്ട് ഒന്നായിട്ട്, വിവിധ അവയവങ്ങള് ഒന്നായിട്ട് പണിയപ്പെടുന്ന ഒരു കാര്യം, എത്രമാത്രം ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഭാരം പൗലോസ് അവരോട് പറയുക. അവിടെ അവര് ഇപ്പൊ യൂദോക്യ സിന്ധിക്കയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അവര് താഴോട്ട് 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് യൂദോക്യെ കുറിച്ചും സിന്ധിക്കയെ കുറിച്ചും പറയുന്ന അവര് മോശം സഹോദരങ്ങളൊന്നുമില്ല, സാക്ഷാൽ ഇണയാളികളായിട്ടുള്ളവരെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമർ മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അതുപോലെ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിന്റെ കൂടെ പോരാടിയ സഹോദരിമാരാണ്. പക്ഷെ അവർക്ക് ഒത്തുപോകാൻ ഒരു പ്രയാസം. ഇപ്പൊ നമ്മളുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ഒരു പരാതിയും വെറുപ്പും ആ ഒരു ജഡത്തിൽ നിന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ? എന്തോ ജഡത്തിൻ്റെതായ നമ്മളുടെ ജഡം അവിടെ ഒരു കയ്പിന്റെ പേരൊക്കെ പൊന്തി, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യമാണ് നമ്മുടെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളവിടെ നമ്മുടെ ജഡത്തെ ഒരു വട്ടപ്പൂജയുടെ കർത്താവേ, ഞാനൊരു സീറോ, ഞാൻ എല്ലാവർക്കും അടിമയാകേണ്ടവനാണല്ലോ കർത്താവേ, നമ്മളെല്ലാവർക്കും അടിമയാകണമെന്ന് എവിടെ വായിക്കുന്നേ? ആ മർക്കോസ് 10-ന്റെ ആ വാക്യം ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മർക്കോസ് 10-ാം അധ്യായത്തിൽ നിങ്ങൾ എല്ലാവർക്കും സ്ലേവ് ഓഫ് ഓൾ എന്ന കർത്താവോട് പറയുന്നത്. മർക്കോസ് 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തില് നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവർ എല്ലാവർക്കും ദാസനാകണം, എല്ലാവർക്കും അടിമയാകണം. അവിടെ മർക്കോസ് 10-ന്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു, എല്ലാവർക്കും അടിമയായിരിക്കേണ്ടവൻ, പാപിയുടെ പ്രധാനിയായിട്ടുള്ളവൻ ഞാൻ എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കുവാനും ശത്രുക്കളെ പോലെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. ഞാൻ പറയുന്നില്ല, എവിടെ ലൂക്കോസ് 6-ന്റെ 27-28 വാക്യങ്ങളായി പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു, പിന്നെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ പറയുന്നു. ആരെങ്കിലും നമ്മളെ ശപിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. ആരെങ്കിലും തിന്മ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉപകാരം ചെയ്യണം. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളങ്ങ് പ്രാർത്ഥിക്കണം. കർത്താവേ അവരുടെ പാപം കണക്കിടരുത്, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് നല്ലത് വരുത്തണം, അവരുടെ കുടുംബത്തിന് നല്ലത് വരുത്തണം, അവർക്ക് അവരെ അനുഗ്രഹിച്ചാട്ടെ, അങ്ങനെ അറിയാൻ അവരെ ഇടയാക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ബാക്കി മനുഷ്യരോട്, അവിശ്വാസികളോടും പരസ്പരം നമ്മൾ അതുപോലെ അവർ ഏക മനസ്സുള്ളവരായിട്ടായി കാണുമ്പോൾ അത് എത്ര വലിയൊരു പണിയപ്പെടലായിരിക്കും, സഭയുടെ ഒരു പണിയപ്പെടൽ. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന, പ്രാണനെ വെച്ച് സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് ഇവിടെ കായംകുളത്ത് ബിൽഡപ്പ് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എഫേസർ
എഫേസ്യരിലെയും കൊളോസ്യയിലെയും 2 വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. അവിടെ ആ ശരീരത്തിന്റെ പണിയെ കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ കൂടെ കണ്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. അവിടെ എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. എഫേസ്യർ 4:16, അതിന് തൊട്ട് 15 കൂടെ ഞാൻ വായിക്കുക. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പൊ നമ്മൾ സഭയായിട്ട് വളരുമ്പോൾ, കർത്താവിന് തലയോളം വളരുമ്പോൾ എങ്ങനെ വളരുന്നത്? ഞാൻ മാത്രം അങ്ങ് വളരുന്നു അങ്ങനെയല്ല. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം പ്രോപ്പർ ഫങ്ഷനിങ്, പ്രോപ്പർ വർക്കിംഗ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട്. സഭയൊക്കെ അങ്ങ് ഞാൻ എന്തൊക്കെ ആയാലും സഭ അങ്ങ് വളർന്നോളും. അവര് വലിയ വലിയ സൗകര്യങ്ങള് അവരങ്ങ് വളർന്നോളും, അവര് സഭ അങ്ങ് വളർന്നോളും. അങ്ങനെയല്ല. ഓരോരോ അംഗങ്ങള് കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് ഏറ്റവും ഇളയ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാർത്ഥനാ ബേബി മുതല് പിന്നെന്താ ഏറ്റവും പ്രായം കൂടിയ ജേക്കബ് വരെ ഓരോരുത്തർക്കും അതത് ഫംഗ്ഷൻ ഉണ്ട്, അതത് പ്രോപ്പർ വർക്കിംഗ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട്. ഞാൻ ഈ സഭയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ശ്രദ്ധിക്കാനും അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനും, എനിക്കൊരു സാക്ഷ്യം പറയാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ പ്രോപ്പർ ഫംഗ്ഷനിങ് എങ്ങനെയാ? എന്താ പറഞ്ഞാൽ അവര് വന്ന വചനം പറയുന്നു, പിന്നെന്താ അവര് ഒരുമിച്ച് പാട്ട് പാടുന്നു, അവരത് വാക്യമൊക്കെ എഴുതിയെടുക്കുന്നു. അത് എത്ര വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ ഓരോരുത്തരും അവരുടെ ഓരോ ഇൻഡിവിജ്വൽ പാട്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നു, ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു, അത് കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ല. ഇനിയിപ്പോ എടുക്കപ്പെടും, റാപ്ചർ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ചിലർ പെട്ടെന്ന് മീറ്റിംഗ് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാളെ കാണുന്നില്ല. പക്ഷേ അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെന്താ വെള്ളം കുടിക്കാനോ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ നമ്മൾ കഴിവതും ഇങ്ങനെ ഒരു മനസ്സോടെ ആയിരിക്കുമ്പോൾ അതത് ഫംഗ്ഷൻ, അതാ നമ്മളിവിടെ വായിക്കുന്നത്. എഫേസ്യർ 4:16 നമ്മളിപ്പോൾ വായിച്ച് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കർത്താവിൽ നിന്ന് നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ അവിടെ ഓരോ ഇപ്പൊ 2 ബോൺസ് ചേരുന്ന ഒരു ഇടവ ജോയിന്റ്, ആ ജോയിന്റിൽ സിനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ സന്ധിയിലെ ഒരു ഫ്ലൂയിഡ്, ഒരു രസമുണ്ട്. സിനോവിയൽ ഫ്ലൂയിഡിന് മലയാളം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഈ 2 സന്ധികൾക്കിടയിലുള്ള രസം, എന്തോ മജ്ജയല്ല. അപ്പൊ മജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ ഉള്ളിലുള്ളത് മജ്ജ. ഇത് സന്ധിക്കുള്ളിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോഴേ കട സൗണ്ട് കേൾക്കുന്നത്. സൈക്കോളജിക്കല് ചിലപ്പോൾ നമ്മൾ ചിലർക്ക് ആർത്രൈറ്റിസ് വരുമ്പോൾ ഇങ്ങനെ ഇത് കട ചില സഭയിലെ സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ കട എന്നുള്ള ഇതൊക്കെ വളരെ രസകരമായിട്ട് ഉദാഹരണമൊക്കെ പറഞ്ഞ് പറയും. അപ്പൊ നമ്മള് പക്ഷെ 2 ബോൺസും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഓയിൽ കുറവാണെങ്കിൽ ശബ്ദം കൂടുതലാന്ന് പറയും. നാരായണൻ പേർ അതിന്റെ എക്സ്പെർട്ടാ. വണ്ടിയുടെ ശബ്ദം കുറച്ച് കൂടുതലുണ്ടല്ലോ, ഓയിലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹമാകുന്ന ഓയില് നമ്മളിൽ വന്ന് നിറയുമ്പോൾ ബാക്കി സൗകര്യങ്ങളുമായിട്ട് ഉള്ള ഒരു സ്നേഹം, ഒരു തീക്ഷ്ണത. കൊളോസ്യരിലുള്ള ആ വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. കൊളോസ്യർ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. കൊളോസ്യർ 2:19 ഇതേ വരുന്നതിന് തലയായവനിൽ നിന്നല്ലോ, അതായത് തലയായ ക്രിസ്തുവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും സന്ധികളും ഞരമ്പുകളും ജോയിന്റ്സ് ആൻഡ് ലിഗമെന്റ്സിനാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ആ തലയെ മുറുകെ പിടിക്കാത്തവരെ കുറിച്ചൊക്കെ അതിന്റെ തൊട്ട് മുമ്പ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതിരിക്കുന്നതിനെ കുറിച്ച്. പക്ഷെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നാണ് ശരീരം മുഴുവനും ഒരു വളർച്ച പ്രാപിക്കുന്ന ഒരു കാര്യം. അങ്ങനെ അത് നമ്മള് സഭായോഗങ്ങളെ ഉപേക്ഷ വിചാരിക്കരുത് എന്നുള്ള കാര്യവും നമ്മളെ ടൈമിലെ മീറ്റിങ്ങിന് വരുന്ന കാര്യം പറയുന്നതും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ അത് ഓരോ അംഗത്തിനും അതിൻ്റെതായിട്ടൊരു ഫങ്ഷനിങ് ഉണ്ട്. അതിന്റെ ഒരു ഫങ്ഷൻ അത് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് അത്രയും കൂടെ ഒരു അധികമായിട്ടുള്ളൊരു ബേർഡനായിരിക്കും. ഇപ്പൊ ഒരു കൈ തളർന്നിരിക്കുകയെന്നിരിക്കട്ടെ, അപ്പൊ പിന്നെ ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയുള്ള കൈ എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വരും. ഈ കൈ ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പം പക്ഷെ നമ്മള് ഒരുമനപ്പെട്ട് അതുപോലെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് തലയോട് പറ്റിച്ചേർന്ന് അങ്ങനെ വളരുമ്പോൾ കർത്താവ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ച ആ ഒരു തീക്ഷ്ണതയോടെ നമ്മൾ പരസ്പര ബഹുമാനമൊന്നും അന്വേഷിക്കാതെ എല്ലാവർക്കും അടിമദാസനായിട്ട് അങ്ങനെ വളരുമ്പം അത് കർത്താവിന് ഏറ്റവും ഒരു സൗകര്യത്തോട് പാതാള ഗോപുരങ്ങളെയും ജയിക്കുന്ന
ഒരു സഭയായിരിക്കും കർത്താവ് അവിടെ പണിയുന്നത്. അവിടെ അതിന്റെ ഇതേ ഇപ്പൊ നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ ഉള്ളത് കൊണ്ട് അതിന്റെ രണ്ടും കൂടെ വായിച്ച ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ ക്രിസ്തുവിൻ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണതയും സമ്പത്തും പ്രാപിക്കുന്നതൊക്കെ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അതാണ് ബീങ് നിറ്റ് ടുഗദർ ഇൻ ലവ്. സ്നേഹത്തിൽ ഏകീഭവിക്കുന്ന ഒരു കൂട്ടമായിട്ട് കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് കാണുമ്പോൾ, നമ്മളുടെ സഭയെ കാണുമ്പോൾ ഒരു മനസ്സുള്ള കൂട്ടം, ഒരാത്മാവ്, ഒരു മനസ്സ്, ഒരു സ്നേഹത്തിൽ അങ്ങ് ഏകീഭവിച്ച് അവര് ഒന്നാണ്. എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഒന്നാണ്, ഒരു കുടുംബമാണ്. ഒരു ആത്മാവോടെ, ഒരു മനസ്സോടെ, ഒരു ഏകഭാവത്തോടെ ആയിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെന്ന്, എന്റെ മക്കളെന്ന് ഒരുമിച്ച് അവരുടെ സഭയായിട്ട് വളർന്നു വരുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ സ്വർഗപിതാവിന്, നമ്മുടെ മണവാളനായ കർത്താവിന്, പരിശുദ്ധാത്മാവിന് അങ്ങനെ സാക്ഷ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ എത്ര വലിയൊരു കാര്യമാണ്. ഇതിന് തടസ്സമായിട്ട് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളുടെ കർത്താവിനോടോ പരസ്പരമോ ബാക്കിയുള്ളവരോടോ ഒക്കെ നമ്മളുടെ എന്തെങ്കിലും ജഡത്തിൻ്റെതായ ചില കയ്പോ, ചില അസ്വസ്ഥതകളോ, നിരസങ്ങളോ, സ്നേഹക്കുറവോ, അല്ലെങ്കിൽ മനുഷ്യമാനം തേടുന്നതോ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, മനുഷ്യമായോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകപ്പെട്ട് കർത്താവിനോട് നമുക്ക് പറ്റിച്ചേരാം, കർത്താവിനോട് നമുക്ക് ഒന്നായി ചേരാം, പരസ്പരം ഒന്നായി ചേരണം. അതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കർത്താവെ നമ്മളെ സഹായിക്കണമേ. ഇതിനായിട്ട് പ്രാണനെ വെച്ചു കൊടുക്കാൻ, സ്വന്തം ജീവനെ വെച്ചു കൊടുക്കുവാൻ, ആത്മാവിനെ നിറയപ്പെടുവാൻ നമ്മളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ആത്മാവിനെയും ദേഹത്തെ എല്ലാം സമർപ്പണത്തോടെ യാഗപീഠത്തെങ്കിൽ വെക്കുമ്പോഴാണ് തീ ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീയെ കുറിച്ച് നമ്മള് 2 ആഴ്ച മുമ്പ് നമ്മൾ ചിന്തിച്ചായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീയാണ് കർത്താവിനോട് പരസ്പരവും സ്നേഹിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. യേശു സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിപ്പാൻ തക്കവണ്ണം അതിന്റെ ജലമാകുന്ന തിരശ്ശീല അധികമായിട്ട് കത്തിപ്പോവേണ്ടതായിട്ടുണ്ട്. വിറക് അടുക്കി വെച്ചുകൊണ്ടേയിരിക്കണം. വിറക് അടുക്കി വെക്കുന്നില്ലെങ്കിൽ തീ കെട്ടുപോകും. ചാരമൊക്കെ മാറ്റി, പഴയ സമർപ്പണവും കാര്യങ്ങളും എല്ലാം അതൊക്കെ മാറ്റി കർത്താവേ ഇപ്പോ ഈ നിമിഷം എന്റെ ജഡമാകുന്ന തിരശ്ശീല, ഈ ജഡമാകുന്ന എന്റെ സന്ദഹിതമാകുന്ന ഈ വിറകുകളെ കർത്താവെ ഞാൻ കാഴ്ചയായിട്ട് വെക്കുന്നു. ആത്മാവിനെയും ദേഹത്തെയും കാഴ്ചയായിട്ട് വെക്കുന്നു നിന്റെ മുമ്പിൽ. കർത്താവെ യേശുവേ, ഇന്ന് മുൻവകയാകാൻ യാഗപീഠത്തിന്മേൽ എന്നെ ഞാൻ വെച്ച തീക്കായിട്ട് കാത്തിരിക്കുന്ന തീയിറങ്ങാൻ നോക്കുന്നു. നമ്മൾ സമ്പൂർണമായിട്ടും വെക്കുന്ന നിമിഷം തന്നെ തീ ഇറങ്ങും. നമ്മളുടേതായിട്ട് ഒരു കാത്തിരിക്കേണ്ട ആവശ്യമില്ല. തീ എന്തൊക്കെ ഇറങ്ങിയിരിക്കുന്നു. ഇന്നും നമ്മളുടെ ഹൃദയത്തിലേക്ക് തീ ഇറങ്ങാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്, നമ്മളെ സമർപ്പിക്കാൻ വേണ്ടി. യാഗപീഠത്തിൽ ഞാൻ സമസ്തം നിന്റേതായിട്ട് എന്നെ കാത്തിടണം. കുലുങ്ങാതെ എന്റെ വിശ്വാസവും സ്നേഹമൊക്കെ കാക്കണം. അവിടുത്തെ നാമം എന്റെ ആശ്രയ രക്ഷയ്ക്കായിട്ട് നോക്കുന്നു. നമ്മുടെ ഹൃദയത്തില് നമ്മള് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായിട്ടൊരു തീ നമ്മളുടെ ആത്മാവിലേക്കും ദേഹത്തിലൂടെ എല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ തീ, ആ സ്നേഹം അധികമായിട്ടൊന്ന് നിറയാൻ തൊക്കണം. കർത്താവിനോടുള്ള സ്നേഹം, ആ വെർട്ടിക്കൽ പ്ലാങ്ക് വെച്ചാലേ അതിന്റെ മേലെ ഹൊറിസോണ്ടൽ പ്ലാങ്ക് വെക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ ലംബമായിട്ടുള്ള ദൈവത്തോടുള്ള ഒരു സ്നേഹം അത് ക്ലിയർ ആയാലേ മറ്റു മനുഷ്യരോടുള്ള സ്നേഹം അതിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞു കവിഞ്ഞാണ് മറ്റു മനുഷ്യരോടുള്ള സ്നേഹമായിട്ട് നിറഞ്ഞു കവിയുന്നത്. ആ ഒരു തീ നമ്മളിലേക്ക് വന്ന് യഥാർത്ഥത്തിൽ ഇറങ്ങുകൊണ്ടൊക്കെ വണ്ണം നമ്മതിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ, എന്നും നിൻ വകയാവാൻ പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തിരിക്കുന്നേ തീയിറങ്ങാൻ നോക്കുന്നു. യാഗപീഠത്തിൽ നാഥാ ഞാൻ സമസ്തം നിൻ സ്വന്തം, നിന്റേതായി കാത്തിടുക. കുലുങ്ങാതെ വിശ്വാസം പീഠത്തിൻ മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തിരിക്കുന്നേ
ഞാൻ നോക്കുന്നു. യേശുവേ എൻ രക്ഷകാ, നിന്നാമം എന്നാശ്രയം. രക്ഷയ്ക്കായി നോക്കുന്നിതാ, നിൻമൊഴി എൻ ശരണം. പീഠത്തിന്മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീരെ ഞാൻ നോക്കുന്നു. പാപത്തിനധികാരം തന്നിൽ നിന്നു വിട്ടു എൻ അംഗങ്ങളെ നിൻകരം തന്നിലേൽപ്പിച്ചിടുന്നേ. പീഠത്തിന്മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീരെ നോക്കുന്നു. ദൈവസേവ ജീവനും ജയമോടു പാപത്തെ കാൽക്കീഴിൽ വിധിപ്പാനും തൃക്കൈയിൽ ഏൽപ്പിക്കുന്നേ. പീഠത്തിന്മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീരെ ഞാൻ നോക്കുന്നു. അതെ കർത്താവേ, അവിടുത്തെ തീനാല് അഗ്നിയാല് ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങോട്ടുള്ള ആ ഒരു തീക്ഷ്ണമായ ആ ഒരു അതിസ്നേഹത്തില് കർത്താവേ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ പ്രാണനോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിപ്പാനും മറ്റുള്ളവരെയും, ഞങ്ങളുടെ അയൽക്കാരനെ, ഞങ്ങളുടെ അടുത്തുള്ളവരെ, കർത്താവെ ഞങ്ങളുടെ കൂട്ടുകാരനെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും ഞങ്ങള് എത്രയധികം സ്നേഹിക്കുന്നു, അതുപോലെ കർത്താവ് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ആ പുതിയ കൽപ്പന സ്വീകരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ കർത്താവെ അവസാനത്തോടും സ്നേഹിച്ച ആ കർത്താവിന്റെ മാതൃക യുദാസിനെ വരെയും സ്നേഹിച്ചു. കർത്താവെ ആ ഗെത്സമനെ തോട്ടത്തില് രക്തം വിയർപ്പ് രക്തമായിട്ട് ഒഴുകുമ്പോഴും കർത്താവെ എന്നെ സ്നേഹിച്ച ആ സ്നേഹം, എന്റെ മകൻ, എന്റെ മകള് അവള് നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം, പ്രാണനെയും തരുന്ന ആ സ്നേഹം, രക്തം ചിന്തുന്ന ആ സ്നേഹം, ചാട്ടവാറടി കേൾക്കുമ്പോഴും എന്റെ മകനായിട്ട്, എന്റെ മകൾക്കായിട്ട്, എന്റെ കുഞ്ഞിനായിട്ട് ഞാൻ അടി കേൾക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ പുറം അടിക്കുന്നവർക്കായിട്ട് പുറം കാണിച്ചു കൊടുത്ത ആ സ്നേഹം, താടിരോമം പറിക്കുന്നവർക്കായിട്ട് കർത്താവ് മറുത്തു നിന്നില്ല, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ ആടിനെ പോലെ നിന്ന് കൊടുത്ത ആ സ്നേഹം, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ സ്നേഹം, ഞങ്ങള് പാപികളായിരിക്കുകയും ബലഹീനരായിരിക്കുകയും ശത്രുക്കളായിരിക്കുകയൊക്കെ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹം, ഞങ്ങൾക്ക് വാക്കുകളിൽ പറയുന്നവർ എത്ര അധികമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സ്നേഹം, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ പിതാവിനാൽ കൈവിടപ്പെട്ട ആ സ്നേഹം, ഇത്ര വലിയ സ്നേഹം എവിടെ ഉള്ളൂ? ആ സ്നേഹം ഞങ്ങളുടെ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ കർത്താവേ. പരസ്പരം അതുപോലെ സ്നേഹിപ്പാൻ, ഏകാത്മാവ് ഏക മനസ്സുള്ളവരായിരിക്കാൻ കർത്താവേ ഞങ്ങളെ ഇവിടെ ഒരു സഭയായിട്ട് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ കായംകുളത്തെ സഭയ്ക്ക് ഒരു മനസ്സ് എന്ന് പറയുന്നത് അവിടത്തേക്ക് സാക്ഷിത്വം എന്തൊക്കെ വേണം കർത്താവേ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമെല്ലാം മാറിപ്പോകട്ടെ, അവിടുത്തെ ഇഷ്ടം മാത്രം അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനും അങ്ങനെ ഏകാത്മാവോടെ ഏക മനസ്സുള്ളവരായിട്ട് ഏകഭാവമുള്ളവരായിട്ട് കർത്താവേ അവിടുത്തെ സന്തോഷത്തെ പൂർണ്ണപ്പെടുത്തുന്ന ആത്മീയ മക്കളായിട്ട് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അതെ കർത്താവെ, ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾ എത്ര ബലഹീനരാണ്, ഞങ്ങൾ എത്ര കയ്പിന്റെ പേരും കർത്താവെ ആ ഒരു മനുഷ്യമാനം തേടുന്നതും സ്വന്തം മഹത്വം അന്വേഷിക്കുന്നതും ഒക്കെ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു നന്മയില്ലാത്തൊരു ജഡമുള്ളവരാണ് ഞങ്ങള്. എപ്പോഴും ആ ജഡം ക്രൂശ് തന്നെ ആയിരിക്കും. ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. എല്ലാവർക്കും ദാസനാകുവാന്, പാപികളെ പ്രധാനം നിന്ന് എണ്ണുവാൻ, കർത്താവ് ഒരു വട്ടപൂജ്യമായിട്ട് കരുതുവാനും, സീറോ ആയിട്ട് ഞങ്ങൾ എപ്പോഴും താഴ്ത്തി ഏൽപ്പിക്കുവാനും, അതിൽ സ്നേഹം നിറഞ്ഞ് കർത്താവ് ആ ഒരു എല്ലാ വിവേകത്തിലും ആ സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മാനുഷികമായിട്ടുള്ള ഒരു വിപ്ലവമായ ഒരു കാട്ടിക്കൂട്ടലല്ല, മറ്റാൾക്കാരെ മതിപ്പുളവാക്കാൻ വേണ്ടി ഒരു വിപ്ലവമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലല്ല കർത്താവെ, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണമുള്ള ഒരു സ്നേഹം, കാർക്കശ്യമുള്ള സ്നേഹം, തീക്ഷ്ണതയുള്ള സ്നേഹം കർത്താവെ, വിവേകത്തോടെയുള്ള ഒരു സ്നേഹം, അവിടുത്തെ പ്രേരണയോടെയുള്ള സ്നേഹം, അവിടുത്തെ പ്രേരണയിലൂടെ കാര്യങ്ങളെ ചെയ്യുന്ന, മറ്റ് മനുഷ്യരെ പ്രസരിപ്പിക്കാൻ വേണ്ടി മതിപ്പുളവാക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ മുമ്പാകെയുള്ള ഒരു പരമാർത്ഥ ഹൃദയത്തോടെയുള്ള ഒരു സ്നേഹം, സ്പർശിക്കാത്ത എല്ലാം വിശ്വസിക്കുന്ന, ദീർഘമായിട്ട് ക്ഷമിക്കുന്ന ആ സ്നേഹം. നന്ദി കർത്താവെ. ആ കാലത്തിൽ സ്നേഹത്താൽ, അകപ്പെ സ്നേഹത്താൽ, പരിശുദ്ധാത്മാവിന് മാത്രം പകരം നൽകുന്ന ആ സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചാട്ടെ. അഗ്നിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്താട്ടെ കർത്താവെ. ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജഡം കത്തിക്കരിഞ്ഞു പോകട്ടെ കർത്താവെ. ഞങ്ങളുടെ ആത്മാവിൽ അവിടുത്തെ അഗ്നി എപ്പോഴും എരിഞ്ഞ് കർത്താവെ ഞങ്ങളുടെ ദേഹവും ഇല്ല കർത്താവെ അഗ്നിയാൽ ജ്വലിക്കുന്നവരായിട്ട് കർത്താവെ, അങ്ങനെ ലോകക്കാർ ഞങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരെന്ന് അറിയട്ടെ കർത്താവെ. അതെ കർത്താവെ, അങ്ങനെ ലോകക്കാരോട് ഞങ്ങളെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് വിളിച്ചു പറയുവാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് വിളിച്ചു പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നന്ദി കർത്താവെ. ഞങ്ങളെ വഴി നടത്തിയല്ലോ. നന്ദി കർത്താവെ. അവിടെ ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിനായി മനസ്സിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. നന്ദി ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. നന്ദി. എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന കർത്താവിന്റെ ആ സ്നേഹം നിറവിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്ഥിതിക്കാൻ നന്ദി പറയാം. നന്ദി കർത്താവെ. നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. താങ്ക് യു. നന്ദി കർത്താവെ. അവിടുത്തെ സ്നേഹത്താല് ഞങ്ങളെ ഫ്രഷായിട്ട് കർത്താവ് നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ ഫ്രഷായിട്ട് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ഫോർ ഫീലിംഗ് us with your love. അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ നിറച്ചതിനായിട്ട് നന്ദി കർത്താവെ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മഹത്വമുള്ള നാമത്തിൽ. ആമേൻ. ആമേൻ.